السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. ربي يسر ولا تعسر وأنت أرحم الراحمين. ربي تمم بالخير والسعادة. ഏറെ പ്രിയങ്കരരായ ഫോക്കസ് അക്കാഡമിയിലെ ഈ ഒരു പ്രീ വെബിനാറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കേട്ടറ്റ് പഠിതാക്കളെ എല്ലാവർക്കും ഇന്നത്തെ ഒരു വെബിനാറിലേക്ക് ഹാർദമായ സ്വാഗതം. കേട്ടറ്റ് പോലുള്ള ഏതൊരു അറബിക് കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും സാധാരണഗതിയിൽ അറബിക്കിന്റെ ഭാഗത്ത് വരുന്ന രണ്ട് വിഷയങ്ങളാണ് റിട്ടോറിക്, അതേപോലെ തന്നെ പ്രോസഡി. മിക്കവാറും എല്ലാ അറബിക് കോമ്പറ്റേറ്റീവ് എക്സാമുകളിലും അതിൽ നിന്ന് ചോദ്യങ്ങളും വരാറുണ്ട്. സിലബസിൽ ഏതായാലും ഉണ്ടാവും. എന്ന് വെച്ചാൽ കേട്ടറ്റ്, സെറ്റ്, നെറ്റ്, PSC പോലുള്ള ഏത് എക്സാം ആണെങ്കിലും അതിലൊക്കെ അതിന്റെ സിലബസിൽ പ്രത്യേകമായി വരുന്ന ഭാഗമാണ് റിട്ടോറിക്കും പ്രോസഡിയും. അപ്പൊ അതിൽ കേട്ടറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത്, നമുക്കിപ്പോ അറബിക്കൽ ആകെ 50 മാർക്കിനാണ് സാധാരണഗതിയിൽ ഈ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് അറബിക് എന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാറുള്ളത്. പിന്നെ അതിൽ ഒരു 30 മാർക്കിന് അറബിക് പെഡഗോജി എന്ന് പറഞ്ഞ് വേറെയും വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ടോട്ടലി 50 മാർക്ക്. അപ്പൊ അതിൽ 50 മാർക്കിൽ നമുക്കിപ്പോ താരീഖുൽ അദബുൽ അറബി, അതുപോലെ തന്നെ അറബിക് ഗ്രാമർ, ട്രാൻസ്ലേഷന്റെ ചെറിയ ഭാഗങ്ങൾ ചിലപ്പോൾ വരാം. അതുപോലെ റിട്ടോറിക്, പ്രോസഡി ഈ ഏരിയയിൽ നിന്നും ചോദ്യങ്ങൾ വരാം. പിന്നെ മാലൂമാത്ത് ആമ്മ അഥവാ അറബിക് GK യുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാം. അങ്ങനെ എല്ലാം കൂടെയാണ് 50 മാർക്കിന് അല്ലെങ്കിൽ 50 ക്വസ്റ്റ്യൻ വരിക. അതുപോലെ തന്നെ കോംപ്രിഹെൻഷനുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒന്നുകിൽ ഒരു ഗദ്യത്തിൽ നിന്നുള്ള ഒരു ഭാഗം, അതേപോലെ തന്നെ പദ്യത്തിൽ നിന്നുള്ള ഭാഗം. അത് മിക്കവാറും ചിലപ്പോൾ രണ്ടിൽ നിന്നും വരാറുണ്ട്, ചിലപ്പോൾ ഏതെങ്കിലും ഒന്നിൽ നിന്ന്. എന്തായാലും അതിലേതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ രണ്ടിൽ നിന്നുമോ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ രണ്ടിൽ നിന്നും വരികയാണെങ്കിൽ ഒരു 10 ക്വസ്റ്റ്യൻ ആ രൂപത്തിൽ പ്രതീക്ഷിക്കാം. അപ്പൊ അതിലും ആ 10 ക്വസ്റ്റ്യനിൽ അഥവാ കോംപ്രിഹെൻഷനായി വരുന്ന ക്വസ്റ്റ്യനിൽ നിന്നും ചിലപ്പോൾ ഈ ഒരു ബലാഗയും അറൂദുമായി ബന്ധപ്പെടുത്തി ചോദ്യങ്ങൾ വരാറുണ്ട്. ഒരു കവിതയാണ് വരുന്നതെങ്കിൽ അതിന്റെ ബഹർ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ അതിൽ വല്ല ബലാഗയുമായി ബന്ധമുള്ള പിന്നെ ക്വസ്റ്റ്യൻസ് ആ ഒരു കോംപ്രിഹെൻഷനുമായി ഉൾപ്പെടുത്തിയിട്ടും സാധാരണഗതിയിൽ വരാറുണ്ട്. ഇനി അതല്ലാതെയും മൊത്തത്തിൽ റിട്ടോറിക്, പ്രോസഡി എന്ന ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോ ഈ ഒരു വിഷയം ഓൾറെഡി നന്നായി പഠിച്ച ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവാം. കേട്ടറ്റിന്റെ തന്നെ ഫോക്കസിന്റെ ബാച്ചിലുള്ള ആളുകൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ക്ലാസ്സുകൾ കേട്ട ആളുകൾ ഉണ്ടാവും. ഇനി മുമ്പെങ്ങാനോ പഠിച്ച് മറന്നുപോയ ആളുകൾ, തീരെ പഠിക്കാത്തവരൊക്കെ നമ്മുടെ കൂട്ടത്തിലുള്ളത് കൊണ്ട് തന്നെ ഈ രണ്ട് വിഷയങ്ങളെ കുറിച്ചും ചെറിയ ഒരു ധാരണയുണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് കേട്ടറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ എന്ന നിലയിൽ റിട്ടോറിക് ആൻഡ് പ്രോസഡി ഈ രണ്ട് വിഷയവും അല്പം ബൃഹത്തായ വിഷയമാണ്. എന്നാൽ കേട്ടറ്റിന് നമുക്ക് വളരെ കുറഞ്ഞ രൂപത്തിൽ പഠിക്കേണ്ടതുള്ളൂ. എന്നാലും കുറച്ചുകൂടെ ഈ ഒരു ചെറിയ സമയം കൊണ്ടൊന്നും രണ്ട് വിഷയം കൂടി പഠിച്ചെടുക്കുക എന്നുള്ളത് എന്തായിരുന്നാലും പ്രായോഗികമല്ല. അപ്പോ ഈ ഒരു സമയത്ത് നമുക്ക് ഈ വിഷയം നല്ല രൂപത്തിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കേട്ടറ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ സാധിക്കും എന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു സെഷൻ കൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതില് റിട്ടോറിക് എന്ന് പറയുന്നത് ഇൽമുൽ ബലാഗയാണ്, ഇൽമുൽ ബലാഗ. അതുപോലെ തന്നെ പ്രോസഡി എന്ന് പറയുന്നത് ഇൽമുൽ അറൂദുമാണ്. അങ്ങനെ രണ്ട് ഭാഗങ്ങളാണ് നമുക്ക്
വരുന്നത്. സാധാരണ ഒരു മൊഡ്യൂളായിട്ടാണ് ഇവ രണ്ടും വരാറുള്ളത്. അപ്പൊ ഇനി നേരെ നമ്മൾ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഏതാനും ചില ക്വസ്റ്റ്യനുകളിലൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. കാരണം ഈ വിഷയം നമ്മൾ പഠിക്കുന്നതിലപ്പുറം ഈ ഭാഗത്തുനിന്ന് വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെ രൂപത്തിലാണെന്ന് മനസ്സിലാക്കിയാൽ ഇൻഷാ അല്ലാഹ് നമുക്കൊന്നുകൂടെ ഈ വിഷയം പഠിക്കാൻ സഹായകമാവും എന്നുള്ളത് കൊണ്ടാണ് ചില ക്വസ്റ്റ്യനുകളിലൂടെ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ കേട്ടറ്റിന് തന്നെ ചോദിച്ച ഒരു ചോദ്യത്തിലൂടെ നമുക്ക് തുടങ്ങാം. ഇഖ്തർ അൽ ഖത്ത, ഖത്ത ആയിട്ടുള്ളത് തെരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇൽമുൻ നഹ്വ്, ഇൽമുൽ അറൂദ്, ഇൽമുൽ ബലാഗ, ഇൽമുൽ തിബ്ബ്, അങ്ങനെ 4 വൈജ്ഞാനിക ശാഖകളെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. എന്നിട്ട് അപ്പുറത്ത് ചില ആളുകളെ നൽകിയിട്ടുണ്ട്. അഥവാ ഓരോ വൈജ്ഞാനിക ശാഖകളുടെയും ഉപജ്ഞാതാക്കളെയാണ് നൽകിയിട്ടുള്ളത്. പക്ഷെ ഇതിൽ ഏതോ ഒന്ന് കറക്റ്റ് അല്ല. അത് ഏത് എന്ന് തിരഞ്ഞെടുക്കാനാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അബുൽ അസ്വദ് അലി, അൽ ഖലീൽ ഇബ്നു അഹ്മദ്, അബ്ദുൽ ഖാഹിർ അൽ ജുർജാനി, ഇബ്നുൽ അറബി. ഓക്കെ, ആൻസറുകൾ വരുന്നുണ്ട്. അറിയുന്നതാണെങ്കിലും അല്ലെങ്കിലൊക്കെ എല്ലാവരും ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ എല്ലാവരും ആൻസർ ചെയ്തിരിക്കുന്നത്. ചിലരൊക്കെ മറ്റു ഓപ്ഷനും തിരഞ്ഞെടുത്തിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമ്മളെ ആൻസർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനം. ഇത്തരം ലൈവ് സെഷനുകളിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ള കാര്യവും അത് തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ അറിയുന്നതാണെങ്കിലും അല്ലെങ്കിലും ആൻസർ ചെയ്യുക. അപ്പോൾ അറിയുന്നതാണെങ്കിൽ നമുക്കൊരു ആത്മവിശ്വാസം കൂടും. ഇനി എങ്ങനെ നമ്മൾ ആൻസർ കറക്റ്റ് ആണെങ്കിൽ, ഇനി അവിടെ തെറ്റിപ്പോവുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഇത്രയും ആളുകൾക്കിടയിൽ നമ്മൾ തെറ്റിക്കുന്നു എന്നുള്ളൊരു ചെറിയൊരു പ്രയാസം ഉണ്ടാവുമെങ്കിലും ഒന്നുകൂടെ അതിന്റെ ആൻസർ കറക്റ്റ് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മനസ്സിലേക്ക് പതിപ്പിക്കാൻ സഹായകമാവും. എന്ന് വെച്ചാൽ പിന്നെ നമുക്കത് മറക്കുകയില്ല, അല്ലെങ്കിൽ നാം മറക്കുകയില്ല. നോക്കൂ, ഇവിടെ ഇപ്പോ ഓപ്ഷൻ ഡി തന്നെയാണ് കറക്റ്റ് ആൻസർ. ഇൽമു തിബ്ബ്, ഇബ്നുൽ അറബി എന്നുള്ളത് അവിടെ ശരിയല്ല. ബാക്കിയെല്ലാം ഇൽമുൻ നഹ്വ്, അതിന്റെ വാളിഅ അല്ലെങ്കിൽ അതിന്റെ മുഅസ്സിസായി അറിയപ്പെടുന്നത് അബുൽ അസ്വദ് അലിയാണ്. എന്ന് വെച്ചാൽ മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കൽപ്പന പ്രകാരമാണ് അബുൽ അസ്വദ് അലി ഇൽമുൻ നഹ്വിന്റെ ആ ഒരു നിയമങ്ങൾ, അത് ഒരു നിയമം എന്ന രൂപത്തിൽ അദ്ദേഹം രചിക്കുന്നത് അബുൽ അസ്വദ് അലിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ വാദി ആയി അല്ലെങ്കിൽ അതിന്റെ റായിദായി അറിയപ്പെടുന്നത് അബുൽ അസ്വദ് അലിയാണ്. അത് ഓർത്ത് വെക്കുക, പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. പിന്നെ അടുത്തത് നമ്മുടെ ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ട ഒന്നാണ് ഇത് ഇൽമുൽ അറൂദ്. ഇൽമുൽ അറൂദിന്റെ റായിദ് അല്ലെങ്കിൽ മുഅസ്സിസ് ആണ് ആര്? അൽ ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹിദി. പിന്നെ ഇൽമുൽ ബലാഗ, അത് അബ്ദുൽ ഖാഹിർ അൽ ജുർജാനി. അബ്ദുൽ ഖാഹിർ അൽ ജുർജാനി എന്ന് വെച്ചാൽ അദ്ദേഹം അബ്ബാസി കാലഘട്ടത്തിലെ ഒരു പ്രസിദ്ധനായ പണ്ഡിതനാണ്, നാഖിദാണ്. അതുപോലെ തന്നെ ഒരു പ്രസിദ്ധനായ ആലിമാണ്. ആര്? അബ്ദുൽ ഖാഹിർ അൽ ജുർജാനി. അപ്പൊ അദ്ദേഹമാണ് മുഅസ്സിസു ഇൽമുൽ ബലാഗ, ഇൽമുൽ ബലാഗയുടെ മുഅസ്സിസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇൽമു തിബ്ബിന്റെ ആരാണ്? ഇബ്നുൽ അറബി അല്ല. അവിടെ ഇബ്നു സീന എന്നാണെങ്കിൽ അവിടെ റെഡിയായിരുന്നു. ഇബ്നു സീനയാണെങ്കിൽ അപ്പൊ അവിടെ ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത്. അപ്പൊ ഈ ചോദ്യം വന്നത് ഈ വൈജ്ഞാനിക ശാഖയുടെ ഉപജ്ഞാതാക്കളുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി അതേപോലെ മറ്റൊരു ചോദ്യം നോക്കാം. ദലായിലുൽ ഇഅജാസ് വളരെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം രചിച്ചത് ഒരു ഖാളിയാണ്. അതാണ് ഇവിടെ കൊടുത്തത്, കിതാബുൻ അല്ലഫഹു അൽ ഖാളി. ഓക്കെ, അപ്പോ അദ്ദേഹം ഖാളി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഖാളി എന്ന പേരിൽ അറിയപ്പെടുന്ന പല ആളുകളുണ്ട്. അപ്പൊ ഇവിടെ ദലായിലുൽ ഇഅജാസ് എന്ന പേരിലുള്ള കിതാബ്,
അത് രചിച്ചിട്ടുള്ളത് ആരാണ്? അൽ ഖാളി അബ്ദുൽ ഖാഹിർ അൽ ജുർജാനി, അൽ ഖാളി അലി ഇബ്നു അബ്ദുൽ അസീസ്. അലി ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറഞ്ഞാല് ഖാളി അൽ ജുർജാനി എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ള ആളാണ് അലി ഇബ്നു അബ്ദുൽ അസീസ്. അദ്ദേഹം അറിയപ്പെട്ട പേര് ഖാളി അൽ ജുർജാനി എന്ന പേരിലാണ്. ഓപ്ഷൻ ബി. പിന്നെ ഓപ്ഷൻ സി ഖാളി അയ്യാൽ. അതേപോലെ ഓപ്ഷൻ ഡി ഖാളി അൽ ഫാളിൽ. അപ്പൊ ഇവരെല്ലാവരും ഏകദേശം അൽ ഖാളി എന്ന പേരിൽ അറിയപ്പെട്ട ആളുകളാണ്. അപ്പൊ ഇവിടെ അതല്ല വിഷയം. ഈ ദലായിലുൽ ഇഅജാസ് എന്ന് പറയുന്ന കൃതി രചിച്ച ഖാളി ആരാണെന്നാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചത്. അപ്പൊ ഇവിടെ പലരും ആൻസർ ചെയ്തതുപോലെ ഓപ്ഷൻ എ ആണ്, അഥവാ അബ്ദുൽ ഖാഹിർ അൽ ജുർജാനി. അപ്പൊ അതിവിടെ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ബലാഗയിൽ ഉള്ള ഒരു കൃതിയാണ് ദലായിലുൽ ഇഅജാസ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഇൽമുൽ ബലാഗയുടെ മുഅസ്സിസായി അറിയപ്പെടുന്ന ആളാണ് ആര്? അബ്ദുൽ ഖാഹിർ അൽ ജുർജാനി. ഈ അബ്ദുൽ ഖാഹിർ അൽ ജുർജാനിക്ക് 2 ഗ്രന്ഥങ്ങളുണ്ട് ബലാഗയുമായി ബന്ധപ്പെട്ട്. അഥവാ ഒന്ന് ദലായിലുൽ ഇഅജാസ് ആണ്, മറ്റൊന്ന് അസ്റാറുൽ ബലാഗ. ഈ 2 കൃതികളുമാണ് അബ്ദുൽ ഖാഹിർ അൽ ജുർജാനിയുടെ കൃതികൾ. പലപ്പോഴും ചോദിക്കാറുള്ള കിതാബുകളാണ്, ഓർത്തു വെക്കുക. അസ്റാറുൽ ബലാഗ, ദലായിലുൽ ഇഅജാസ്. അവിടെ ദലായിലുൽ ഇഅജാസ് ആണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഈ ദലായിലുൽ ഇഅജാസ് എന്ന് പറയുന്നത് ഇൽമുൽ മആനിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രചിച്ച കൃതിയാണ്. ഇൽമുൽ മആനി എന്നുവെച്ചാൽ ഇൽമുൽ ബലാഗയെ 3 പണ്ഡിതന്മാർ വിഭജിക്കുന്നുണ്ട്. അഥവാ ഇൽമുൽ ബലാഗയിൽ 3 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ഇൽമുൽ മആനി, പിന്നെ ഇൽമുൽ ബയാൻ, പിന്നെ ഇൽമുൽ ബദിഅ. അതില് ഇൽമുൽ മആനിയുടെയും ഇൽമുൽ ബയാന്റെയും മുഅസ്സിസാണ് ആര്? അബ്ദുൽ ഖാഹിർ അൽ ജുർജാനി. അപ്പൊ ആ 2 വിഷയങ്ങളിലും അദ്ദേഹത്തിന് കൃതിയുണ്ട് എന്ന് ഓർത്തു വെച്ചാൽ മതി. അതിൽ ഇൽമുൽ മആനിയുമായി ബന്ധപ്പെട്ട കൃതിയാണ് ദലായിലുൽ ഇഅജാസ്. ഇൽമുൽ ബയാനുമായി ബന്ധപ്പെട്ട കൃതിയാണ് ഇത് അസ്റാറുൽ ബലാഗ. അസ്റാറുൽ ബലാഗ. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. കാത്തിബുൻ അബ്ബാസിയുൻ യുഅറഫു ബിഖലീഫത യൗമിൻ വാഹിദ് വറായിദു ഇൽമിൽ ബദിയ. എന്ന് വെച്ചാൽ അബ്ബാസി എഴുത്തുകാരൻ, അദ്ദേഹം അറിയപ്പെടുന്നത് ഖലീഫത്തു യൗമിൻ വാഹിദ് എന്നാണ്. എന്ന് വെച്ചാൽ ഒരൊറ്റ ദിവസത്തെ ഖലീഫയായി അറിയപ്പെട്ട ആളാണ്. ചില ക്വസ്റ്റ്യനുകളിൽ ഖലീഫത്തു യൗമിൻ വലയില എന്ന പേരിൽ കാണാം. എന്ന് വെച്ചാൽ അതുകൊണ്ട് ഉദ്ദേശം തന്നെയാണ് ഒരു രാത്രിയും ഒരു പകലും, എന്ന് വെച്ചാൽ ഒരു ദിവസം. അപ്പൊ ഒരു ദിവസം മാത്രം ഖലീഫയായി നിന്ന ആളാണെന്ന് അർത്ഥം. അതോടൊപ്പം വറായിദു ഇൽമിൽ ബദിയ, ഇൽമുൽ ബദിഇന്റെ റായിദുമാണ്. അതാരാണ് എന്നാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചത്. ഓക്കെ, ആൻസർ വരുന്നുണ്ട്. പിന്നെ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ടെൻഷൻ ആവൊന്നും വേണ്ട. നിങ്ങൾക്ക് ഏതാണോ ആൻസർ ആയി തോന്നുന്നത് അത് ആൻസർ ചെയ്യാം. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇബ്നുൽ മുഅത്തസ് ആണ്, അഥവാ അബ്ദുല്ലാഹി ഇബ്നുൽ മുഅത്തസ് ആണ് ഇങ്ങനെ അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരു പ്രസിദ്ധനായ എഴുത്തുകാരനാണ്. അബ്ബാസി കാലഘട്ടത്തിലെ ഒരു കവിയാണ്, നിരൂപകൻ അഥവാ നാഖിദാണ്. അതോടൊപ്പം മറ്റു പല മേഖലകളിലും അറിയപ്പെട്ട ആളാണ്. എന്നുവെച്ചാൽ അദ്ദേഹത്തിന് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അപ്പോ അദ്ദേഹമാണ് റായിദു ഇൽമിൽ ബദിയ, ഇൽമുൽ ബദിഇന്റെ റായിദായി അറിയപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇൽമുൽ ബലാഗയെ 3 പണ്ഡിതന്മാർ ഭാഗിക്കുന്നുണ്ട് എന്ന്. അപ്പൊ അതില് ഒന്ന് ഏതാണ്? ഇൽമുൽ ബദീ ആണ്. മറ്റേ 2 നമ്മൾ ആദ്യം പറഞ്ഞു. അതിന്റെ മുഅസ്സിസായി അറിയപ്പെടുന്നത് അബ്ദുൽ ഖാഹിർ അൽ ജുർജാനിയാണ്. അല്ലെ? ഏതൊക്കെ? ഇൽമുൽ ബയാന്റെയും ഇൽമുൽ മആനിയുടെയും. പിന്നെ ഒന്നുള്ളത് ഇൽമുൽ ബദീ ആണ്. അപ്പൊ അതിന്റെ റായിദ് അല്ലെങ്കിൽ അതിന്റെ മുഅസ്സിസായി അറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്, ഇബ്നുൽ മുഅത്തസ്. അബ്ദുള്ള എന്നാണ് ശരിക്കും പേര്, പക്ഷെ അദ്ദേഹം അറിയപ്പെട്ടത് ഇബ്നുൽ മുഅത്തസ് എന്ന പേരിലാണ് അറിയപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അബ്ദുല്ലാഹി ഇബ്നുൽ മുഅത്തസ് കുനിയത്തിലാണ് പ്രസിദ്ധി. ഈ ഒരു കുനിയത്തിലാണ് അദ്ദേഹം പ്രസിദ്ധി നേടിയിട്ടുള്ളത് എന്നർത്ഥം. ഓക്കെ, അപ്പൊ അദ്ദേഹം
ഖലീഫ കൂടിയാണ്, അബ്ബാസി ഖലീഫ കൂടിയാണ്. പക്ഷെ ആകെ ഒരു ദിവസം മാത്രമേ ഖലീഫയായി നിന്നിട്ടുള്ളൂ. ഒരു ദിവസം ഖലീഫയായപ്പോഴേക്ക് പിറ്റേ ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം പൂർത്തിയായപ്പോഴേക്ക് എന്തെന്ന് വെച്ചാൽ അടുത്ത ഖലീഫയായിട്ടുള്ള മുഖത്തദിർ ബില്ല അദ്ദേഹത്തിന്റെ ആളുകൾ വന്ന് ഇദ്ദേഹത്തെ പിടികൂടുകയും വധിക്കുകയും ചെയ്തു. ഹിജ്റ 296. അപ്പൊ അതുകൊണ്ടാണ് ഖലീഫത്തു യൗമിൻ വാഹിദ് എന്ന പേരിൽ ഇദ്ദേഹം അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഖലീഫത്ത യൗമിൻ വലൈല എന്ന പേരിൽ ഇബ്നുൽ മുഅ്തസ് അറിയപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹമാണ് ഇൽമുൽ ബദീഇന്റെ റായിദ് എന്നുള്ളത് കൂടി ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോ പ്രധാനമായി നമ്മളിപ്പോ ഇവിടെ മനസ്സിലാക്കിയത് മുഅസ്സിസ് അല്ലെങ്കിൽ വാലിഅ അല്ലെങ്കിൽ റായിദ്, ഈ 3 രൂപത്തിലും ചോദ്യം വരും. 3 ഉദ്ദേശം എന്താ വെച്ചാൽ അതിന്റെ സ്ഥാപകൻ അല്ലെങ്കിൽ ഉപജ്ഞാതാവ് എന്ന അർത്ഥത്തിലൊക്കെയുള്ള പ്രയോഗങ്ങളാണ്. അപ്പൊ ഇൽമുൽ ബലാഗയുടെ റായിദ് അല്ലെങ്കിൽ വാലിഅ മുഅസ്സിസ് എന്ന് പറഞ്ഞാൽ ആരാണ്? അബ്ദുൽ ഖാഹിർ ജുർജാനിയാണ്. ചിലപ്പോ ചോദിക്കും ഇൽമുൽ മആനിയുടെ വാലിഅ ആരാണ്, അല്ലെങ്കിൽ ഇൽമുൽ ബയാന്റെ വാലിഅ ആരാണ്? അതും ആര് തന്നെയാണ്? അബ്ദുൽ ഖാഹിർ ജുർജാനിയാണ്. ഇൽമുൽ ബലാഗയിലെ പ്രധാനപ്പെട്ട 2 വൈജ്ഞാനിക ശാഖകളാണ് ഇൽമുൽ മആനിയും ഇൽമുൽ ബയാനും. പിന്നെ 3ാമത്തെ വൈജ്ഞാനിക ശാഖയാണ് ഇൽമുൽ ബദിഅ. അതിന്റെ വാലിഅ അല്ലെങ്കിൽ റായിദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ് അബ്ദുല്ലാഹിബ്നുൽ മുഅ്തസ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ അദ്ദേഹത്തിന് ഉള്ള കൃതിയാണ് കിതാബുൽ ബദിഅ എന്ന് പറയുന്ന കൃതി. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം. അൽ ഖലീൽ ഇബ്നു അഹ്മദ് അവ്വലു മൻ സ്വന്നഫ ഫീ. ഇതിപ്പോ ഒരു കേട്ടറ്റിന് തന്നെ ചോദിച്ച ചോദ്യമാണ്. കേട്ടറ്റ് ഓഗസ്റ്റ് മാസം 2023 ഓഗസ്റ്റിൽ സർവീസിലുള്ള അധ്യാപകർക്കായി നടത്തിയിരുന്ന ഒരു എക്സാം ഉണ്ടായിരുന്നു. അതിൽ ചോദിച്ച ഒരു ചോദ്യമാണിത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കേട്ടറ്റിന്റെ ഫോക്കസിന്റെ ബാച്ചിലുള്ള ആളുകൾ ഈ ചോദ്യങ്ങളൊക്കെ നേരത്തെ കണ്ട ആളുകളായിരിക്കും. അവരൊരു റിവിഷനായി മാത്രം കണ്ടാൽ മതി. എന്നാൽ നമ്മുടെ ഫ്രീ ഗ്രൂപ്പുകളിൽ ഒരുപാട് ആളുകൾ ഉള്ളത് കൊണ്ട് അവരെ കൂടി ഉദ്ദേശിച്ചു കൊണ്ടുള്ള ഒരു ഫ്രീ വെബിനാർ ആയതുകൊണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഡിസ്കസ് ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പോ എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. എന്ന് വെച്ചാൽ ഖലീൽ ഇബ്നു അഹ്മദ് റഹിമഹുല്ല അദ്ദേഹമാണ് ആദ്യമായിട്ട് രചന നടത്തിയിട്ടുള്ളത്. ഏതിൽ? താഴെ കൊടുത്തതിൽ ഇൽമുൻ നഹ്വിൽ. ഇൽമുൻ നഹ്വിൽ ആദ്യമായി രചന നടത്തിയ ആളാണ് ആര്? ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹിദി. ഓക്കെ, ഇനി ഏതാണ് അദ്ദേഹത്തിന്റെ ആ ഇൽമുൻ നഹ്വിലെ ഗ്രന്ഥം എന്ന് ചോദിച്ചാൽ കിതാബുൽ ജുമൽ എന്ന ഗ്രന്ഥമാണ്. ഫറാഹിദി എന്നുവെച്ചാൽ ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹിദി. അപ്പോ കിതാബുൽ ജുമൽ ലിൽ ഫറാഹിദി അതാണ് അവ്വലു കിതാബിൻ വുളിഅ ഫിൻ നഹ്വിൽ അറബി. ഇൽമുൻ നഹ്വിൽ ആദ്യമായി രചിക്കപ്പെട്ട ഒരു കൃതി എന്ന് പറയുന്നത് അത് കിതാബുൽ ജുമലാണ്. ഇനി വേറൊരു ചോദ്യം നോക്കാം. സാധാരണ എപ്പോഴും ഇദ്ദേഹത്തെ കുറിച്ച് ചോദിക്കാറുള്ളത് ഈ രൂപത്തിലുള്ള ചോദ്യമാണ്. അൽ ഖലീൽ ഇബ്നു അഹ്മദ് ആലിമുൻ മഷ്ഹൂറുൻ ഫി, അല്ലെങ്കിൽ ഖലീൽ ഇബ്നു അഹ്മദ് റായിദു ഡാഷ് എന്ന രൂപത്തിൽ ചോദിക്കും, അല്ലെങ്കിൽ വാദിഉ അല്ലെങ്കിൽ മുഅസ്സിസു ഡാഷ് എന്ന രൂപത്തിൽ ചോദിക്കും. ഇൽമുൽ അറൂൽ, അൽ ഫൽസഫ, ഇൽമുൽ ഫലക്, അൽ അദബ്. ഓക്കെ, ഇതിനാർക്കും സംശയം ഉണ്ടാവാൻ സാധ്യതയില്ല. ഇൽമുൽ അറൂൽ അല്ലെ? അപ്പം ആലിമുൻ മഷ്ഹൂറുൻ ഫി ഇൽമിൽ അറൂൽ, ഇൽമുൽ അറൂദിലെ വളരെ പ്രശസ്തനായ ഒരു പണ്ഡിതനാണ് ഖലീൽ ഇബ്നു അഹ്മദ് റഹിമഹുല്ല. മാത്രമല്ല അതിന്റെ വാദിആയി അറിയപ്പെടുന്ന ആൾ കൂടിയാണ് ഖലീൽ ഇബ്നു അഹ്മദ് റഹിമഹുല്ല. അപ്പൊ ഈ അർത്ഥത്തിലാണ് പലപ്പോഴും കൂടുതൽ ചോദ്യങ്ങൾ വരാറുള്ളത് ഇദ്ദേഹത്തെ കുറിച്ച്. ഓക്കെ, അപ്പൊ ജസ്റ്റ് അദ്ദേഹത്തെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹിദി അദ്ദേഹത്തിന്റെ കാലഘട്ടം ഹിജ്റ 100 മുതൽ 170 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. അൽ ഖലീൽ ഇബ്നു അഹ്മദ് അംർ ഇബ്നു തമീം അൽ ഫറാഹിദി അൽ അസ്ദി അൽ യഹ്മദി, ഇതാണ് അദ്ദേഹത്തിന്റെ പേര്.
അൽ ഖലീൽ ഇബ്നു അഹ്മദ് എന്നാണ് പേര്. പിന്നെ അദ്ദേഹത്തിന്റെ പൂർവ്വപിതാക്കളെ അതേപോലെ തന്നെ കുടുംബം എല്ലാം കൂടെയാണ് അവിടെ നൽകിയിട്ടുള്ളത്. അതൊക്കെ ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ഒരു 2-3 പ്രാവശ്യം നമ്മൾ പറഞ്ഞു നോക്കിയാൽ പിന്നെ നമുക്കിപ്പോ ചോദ്യം കേട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇപ്പോ ഒരു ചോദ്യം തന്ന് അതിന്റെ 4 ഓപ്ഷൻ അവിടെ ഉണ്ടാവും. ഇല്ല, അതിൽ നിന്ന് കറക്റ്റ് ആൻസർ ഏതാണെന്ന് തിരഞ്ഞെടുക്കാനാണ് നമുക്ക് ഉള്ളത്. അപ്പൊ ചോദ്യം ഉത്തരം അവിടെ തന്നെ ഉണ്ട് എന്നർത്ഥം. അതിൽ നിന്നൊന്ന് തിരഞ്ഞെടുക്കാനേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പ്രാവശ്യം ഒന്ന് വായിച്ച് പരിചയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഓപ്ഷനിൽ കാണുമ്പോൾ നമുക്കത് വേർതിരിക്കാൻ പറ്റും. പിന്നെ അദ്ദേഹത്തിന്റെ കുനിയത്ത് അബു അബ്ദുറഹ്മാൻ എന്നാണ്. അപ്പോ അബു അബ്ദുറഹ്മാൻ അൽ ഖലീൽ ഇബ്നു അഹ്മദ് ഇബ്നു അംർ ഇബ്നു തമീം അൽ ഫറാഹീദി. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ ഏരിയ എന്ന് വെച്ചാൽ അദ്ദേഹം പ്രശസ്തി നേടിയിട്ടുള്ള ഏരിയകൾ എന്ന് പറയുന്നത് ഒന്ന് അല്ലുഗ, അതേപോലെ അൽ അദബ്, അന്നഹു, തർജുമ, അശ്ശഅർ. അങ്ങനെ ഒരുപാട് ഏരിയകളിൽ പ്രസിദ്ധി നേടിയിട്ടുള്ള ആളാണ് ആര്? ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹീദി. ഇനി ഇദ്ദേഹത്തെ കുറിച്ച് സാധാരണ 3 വൈജ്ഞാനിക ശാഖകളുടെ തുടക്കക്കാരൻ എന്ന രൂപത്തിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. നേരത്തെ ഇപ്പൊ ഒരു ചോദ്യം 2 ചോദ്യം നമ്മൾ കണ്ടു. ഏതൊക്കെയാണ്? ഒന്ന്, ഇൽമുൻ നഹ്വിലെ ആദ്യത്തെ ഗ്രന്ഥരചന നടത്തിയ ആൾ എന്ന അർത്ഥത്തിലൊരു ചോദ്യം നമ്മൾ കണ്ടു. പിന്നെ അതേപോലെ തന്നെ ഇൽമുൽ അറൂലിന്റെ വാദി ആണ് അദ്ദേഹം. ഇൽമുൽ അറൂലിന്റെ വാദിയാണ്. അപ്പോ വാദിഉ ഇൽമുൽ അറൂൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. പിന്നെ മറ്റൊന്നാണ് അവ്വലു മുഅ്ജം ഫിൽ അറബിയ എന്ന് വെച്ചാൽ അറബി ഭാഷയിലെ ആദ്യത്തെ ഡിക്ഷണറി രചിച്ച ആളാണ് ആര്? ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹീദി. മുഅ്ജം എന്ന് പറഞ്ഞാൽ ഡിക്ഷണറി. അതിപ്പോ ചിലപ്പോ അവ്വലു ഖാമൂസിൻ ഫിൽ അറബിയ എന്നായിരിക്കും ചോദിക്കുക. അങ്ങനെയും മുമ്പ് കേട്ടറ്റും തന്നെ ചോദിച്ചിട്ടുണ്ട്. അവ്വലു ഖാമൂസിൻ ഫിൽ അറബിയ, അത് ഏതാണ് ആ ഗ്രന്ഥം എന്ന് ചോദിക്കും. അതേതാണ്? കിതാബുൽ ഐൻ എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. കിതാബുൽ ഐൻ. ഓക്കെ, അപ്പൊ അദ്ദേഹം അതെന്ത് ചെയ്തു? അതിന്റെ രചന തുടങ്ങി. പക്ഷേ അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് അത് ക്രോഡീകരിച്ചതും പൂർത്തിയാക്കിയതൊക്കെ. അൽ-ലൈത്ത് ഇബ്നുൽ മുളഫർ അൽ കിനാനി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് അത് പൂർത്തിയാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോ കിതാബുൽ ഐൻ. ഇനി അടുത്തത് അൽ ജുമൽ എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. കിതാബുൽ ജുമൽ. അല്ലാതെ നമ്മൾ പറഞ്ഞു ഇൽമുൻ നഹ്വിലെ ആദ്യത്തെ ഗ്രന്ഥ രചന നടത്തിയത് ഇദ്ദേഹമാണ്. അത് ഈ കിതാബുൽ ജുമൽ എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. അപ്പൊ 3 വൈജ്ഞാനിക ശാഖകളുടെ തുടക്കക്കാരൻ എന്ന് ഇദ്ദേഹത്തെ കുറിച്ച് നമുക്ക് ഓർത്തു വെക്കാം. 3ഉം പലപ്പോഴും ചോദിക്കാറുള്ളതാണ്, മറക്കാതിരിക്കുക. കിതാബുൽ ഐൻ, അതേപോലെ തന്നെ ഇൽമുൽ അറൂലിന്റെ വാദിഅ എന്ന അർത്ഥത്തില് ആ വൈജ്ഞാനിക ശാഖയുടെ തുടക്കക്കാരൻ. പിന്നെ കിതാബുൽ ജുമൽ എന്ന ഗ്രന്ഥം ഇദ്ദേഹത്തിൻ്റെതാണ്. അപ്പോ അദ്ദേഹത്തിൻ്റെക്ക് ചേർത്തിയിട്ട് ഈ ഒരു ഗ്രന്ഥം അറിയപ്പെടുന്നത് കൊണ്ട് ഇൽമുൻ നഹ്വിലെ ആദ്യത്തെ ഗ്രന്ഥമായിട്ട് അറിയപ്പെടുന്നത് ഈ ഗ്രന്ഥമാണ്. ഇനി ഇദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ആര്? അൽ കിതാബ് എന്ന് പറയുന്ന പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമുണ്ട്, ഇൽമുൻ നഹ്വ്. ഇൽമുൻ നഹ്വ്, ആ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത അവ്വലു കിതാബിൻ ഷാമിലിൻ ഫി ഇൽമിൻ നഹ്വ് എന്ന് പറയാവുന്നത് ആ ഗ്രന്ഥമാണ്. എന്ന് വെച്ചാൽ ഒരു ഇൽമുൻ നഹ്വിലെ ഒരു ഷാമിലായ രൂപത്തിലുള്ള ഗ്രന്ഥം എന്ന രൂപത്തിൽ ആദ്യത്തെ ഗ്രന്ഥമായി പറയപ്പെടുന്നത് അൽ കിതാബ് എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. അല്ലെങ്കിൽ അതിന്റെ ഓദറിന്റെ പേരിലേക്ക് ചേർത്തിയിട്ടും പറയാറുണ്ട് കിതാബു സീബവൈഹി, അഥവാ സീബവൈഹി ഇമാമിന്റെ ഗ്രന്ഥമാണ് അത് അൽ കിതാബ് എന്ന് പറയുന്ന ഗ്രന്ഥം. അപ്പൊ അദ്ദേഹത്തിന്റെയും ഉസ്താദാണ് ആര്? ഈ പറഞ്ഞ ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹീദി. ഓക്കെ, അപ്പൊ ചിലപ്പോ ഓപ്ഷനിൽ എന്താന്ന് വെച്ചാൽ ഇദ്ദേഹം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഗ്രന്ഥം ഉണ്ടാവില്ല, ഖലീൽ ഇബ്നു അഹ്മദിന്റെ ഗ്രന്ഥം ഉണ്ടാവില്ല. എന്നിട്ട് ചിലപ്പോൾ ചോദിക്കുന്നത് അവ്വൽ കിതാബിൻ വുദിഅ ഫി നഹ്വിൽ അറബി എന്ന് ചോദിക്കാണ്. എന്നിട്ട് അവിടെ ഓപ്ഷനിൽ അൽ കിസാഇ, അൽ ഫറാ, അൽ മുബറദ്, അതേപോലെ തന്നെ സീബവൈഹി എന്ന് കൊടുത്തിട്ടുണ്ടാവും.
അപ്പൊ നമ്മൾ ഏതാ തിരഞ്ഞെടുക്കേണ്ടത്? സീബവൈഹിയാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് ഇൽമുൻ നഹ്വിൽ ഏറ്റവും പ്രസിദ്ധി നേടിയിട്ടുള്ള ഗ്രന്ഥം. കാരണം അവ്വലു കിതാബിൻ ഷാമിലിൻ ഫി ഇൽമിൻ നഹ്വ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അൽ കിതാബ് അല്ലെങ്കിൽ കിതാബ് സീബവൈഹി എന്ന് പറയുന്ന ആ ഗ്രന്ഥമാണ്. ഓക്കെ, എന്നാൽ അദ്ദേഹത്തിന്റെയും ഉസ്താദായ ഈ ഒരു ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹീദിക്ക് ഇൽമുൻ നഹ്വിൽ ഒരു രചനയുള്ളത് കൊണ്ട് അദ്ദേഹമാണ് ആദ്യത്തെ ഇൽമുൻ നഹ്വിലെ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത് എന്നുകൂടെ നമ്മൾ ഇതിനോട് കൂടെ ഓർത്തു വെക്കുക. ആ നിൽക്കാണ് കഴിഞ്ഞ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി ഇതൊന്ന് വേഗം ആൻസർ ചെയ്ത് നോക്കൂ. വാദിഉ ഇൽമുൽ അറൂദ്, ഇൽമുൽ അറൂദിന്റെ വാദിഅ ആരാണ്? ഓക്കെ, തെറ്റിയാലൊന്നും കുഴപ്പമില്ല, നിങ്ങൾ വായിച്ച് നോക്കുക. എന്നിട്ട് ഏതാണോ നിങ്ങൾക്ക് ആൻസർ ആയി തോന്നുന്നത് അത് ചെയ്താൽ മതി. ഇവിടെ തെറ്റിയാലും നമുക്ക് ഗുണേ ഉള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഓക്കെ, നമുക്ക് സമയം കുറവായത് കൊണ്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോവേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് വേഗം ആൻസറിലേക്ക് പോവാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ അവിടെ പറഞ്ഞു എന്ത്, അബു അബ്ദുറഹ്മാൻ എന്ന് ഇദ്ദേഹത്തിന് കുനിയത്തുണ്ട്. അപ്പൊ നമ്മളൊരാളെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ അതുകൂടെ ചേർത്ത് അങ്ങോട്ട് പഠിക്കുകയാണെങ്കിൽ സുഖാണ്. ഓരോ ഏരിയയെ കുറിച്ചും പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ജാഹിലി ലിറ്ററേച്ചറിൽ നിന്ന് ഇമ്രുൽ ഖൈസിനെ പഠിക്കുമ്പോൾ ഇമ്രുൽ ഖൈസ് എന്ന് എല്ലാവർക്കും അറിയും. ചിലപ്പോൾ ചോദിക്കും ഇമ്രുൽ ഖൈസിന്റെ യഥാർത്ഥ പേര് അല്ലെങ്കിൽ ഇസ്മുഹു അൽ കാമിൽ എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോ നമുക്കത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇമ്രുൽ ഖൈസ് എന്ന പേരിനോട് കൂടെ നമ്മൾ ഇങ്ങനെ യഥാർത്ഥ പേര് കൂടെ പഠിച്ചു വെക്കണം. പിന്നെ ചിലപ്പോൾ ചോദിക്കും ഖബീലത്തു ഇമ്രുൽ ഖൈസ് എന്ന് ചോദിക്കും. നജ്ദ്, ഷാം, യമന്, കിന്ദ, അല്ലെങ്കിൽ നജ്ദ്, പിന്നെ ഖുറൈഷ്, പിന്നെ അബസ്, കിന്ദ, ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ചോദിക്കും. അപ്പൊ നമുക്കത് ഓക്കെ കിന്ദ എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇത്തരം ചോദ്യങ്ങളൊക്കെ ആൻസർ ചെയ്യാൻ നമുക്ക് ഏറ്റവും സൗകര്യം എന്താ വെച്ചാൽ ആ സാഹിത്യകാരനെ പഠിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പേരിനോട് ചേർത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അതൊക്കെ പെട്ടെന്ന് ഓർത്ത് വെക്കാൻ പറ്റും. ഇപ്പോ ഇമ്രുൽ ഖൈസ് ആണെങ്കിൽ ഇമ്രുൽ ഖൈസ് ജുന്ദുഹ് ഇബ്നു ഹുജ്ർ അൽ കിന്ദി അൽ യമനി, അങ്ങനെയോട് പഠിച്ചു വെക്കുക. അപ്പോ അദ്ദേഹത്തിന്റെ ഗോത്രം കിന്ദയാണെന്ന് കിട്ടും. രാജ്യം അസ്ലിയായിട്ട് യമനാണ് എന്നുള്ളതും കിട്ടും. കാരണം അദ്ദേഹത്തെ കുറിച്ച് പറയുന്നിടത്തൊക്കെ ജനിച്ച് വളർന്നത് നജ്ദിലാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതായിരിക്കും ചിലപ്പോൾ ചിലർക്ക് ഓർമ്മ ഉണ്ടാവുക. പക്ഷെ അസ്ലിയായിട്ട് അദ്ദേഹം ഏതാണ്? യമൻകാരനാണ്. യമനിലെ കിന്ദ എന്ന് പറയുന്ന ഗോത്രമാണ് അദ്ദേഹത്തിന്റെ അസ്ലി. ഓക്കെ, ശരി. അപ്പൊ അതേപോലെയാണ് ഇവിടെയും അബു അബ്ദുറഹ്മാൻ അൽ ഖലീൽ ഇബ്നു അഹ്മദ് ഇബ്നു അംർ ഇബ്നു തമീം, ഇനി അൽ അസ്ദി അൽ ബസ്വരി എന്നുകൂടി പഠിച്ചു വെച്ചാൽ അസ്ദ് ഗോത്രക്കാരനാണ്. അതേപോലെ തന്നെ ബസ്രയിലാണ് ഇദ്ദേഹം ജനിച്ചു വളർന്നിട്ടുള്ളത്. അപ്പോ അതുകൂടെ നമുക്ക് അങ്ങോട്ട് ചേർത്ത് പഠിച്ചാൽ അതുമായി റിലേറ്റഡ് ആയി വരുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് വൺ, ഇഖ്തർ അഷാദ്. അപ്പൊ നമ്മളിപ്പോ രണ്ട് വൈജ്ഞാനിക ശാഖകൾ അല്ലെ, അഥവാ ബലാഗയും അറൂദുമാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അപ്പൊ അതിന്റെ ഉപജ്ഞാതാക്കളുമായി ബന്ധപ്പെട്ട ചോദ്യം വരുന്നു എന്ന് മനസ്സിലായി. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് ഓഡ് വൺ ആയിട്ടുള്ളത് ഏതാണ്? താഴെ കൊടുത്തതിൽ കേട്ടറ്റ് 4 ചോദിച്ച ഒരു ചോദ്യമാണിത്. ഓഡ് വൺ ആയിട്ടുള്ളത് ഏതാണ്? താഴെ കൊടുത്തതിൽ അൽ ഇഖ്തിബാസ്, അൽ മസ്ദർ, അൽ ജിനാസ്, അൽ മുഖാബല. ഓഡ് വൺ ആയിട്ടുള്ള. ഓക്കെ, യെസ്, ഇവിടെ പലരും ആൻസർ നൽകിയിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ്. ബി എന്ന് പറയുമ്പോൾ അൽ മസ്ദർ. അപ്പോ അത് തന്നെയാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ബാക്കിയുള്ളത് അൽ ഇഖ്തിബാസ്, അതേപോലെ അൽ ജിനാസ്, അൽ മുഖാബല. ഇവ മൂന്നും ഇൽമുൽ ബലാഗയുമായി ബന്ധപ്പെട്ടതാണ്. ഇൽമുൽ ബലാഗയിലെ ഏതോ ഒരു വൈജ്ഞാനിക ശാഖയിലെ ഇനങ്ങളാണിവ. അറിയുന്ന ആളുകൾക്ക് ടൈപ്പ് ചെയ്ത് വിടാവുന്നതാണ്.
എന്നാൽ അൽ മസ്ദർ എന്നുള്ളത് നമ്മളിപ്പോ സാധാരണ ചർച്ച ചെയ്യാറുള്ളത് ഇപ്പൊ ഇൽമുൻ നഹ്വില്, ഇൽമുൻ നഹ്വിന്റെ ഭാഗത്ത് നമ്മളിപ്പോ ഒരു പദത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു ഫിഅലാണെങ്കിൽ ആ ഫിഅല് നിഷ്പന്നമായി വന്നത് മസ്ദറിൽ നിന്നാണ് എന്ന് സാധാരണ പറയാറുണ്ട്. അഥവാ ഒരു പദത്തിന്റെ സോഴ്സ്, ഉറവിടമായി സാധാരണ പറയാറുള്ളതാണ് മസ്ദർ എന്നുള്ളത്. ആ ഒരു പദം ആ രൂപത്തിലാണ് നമ്മൾ സാധാരണ പ്രയോഗിക്കാറുള്ളത്. അപ്പൊ ഇവിടെ ബാക്കി മൂന്നെണ്ണം, ഇഖ്തിബാസ്, ജിനാസ്, മുഖാബല, ഇവ മൂന്നും ഇൽമുൽ ബലാഗയിലെ ഒരു ഏരിയയിൽ നിന്ന് വന്നതാണ്. അതെ, അഹ്സൻതി എന്ന് വെച്ചാൽ ഇൽമുൽ ബദിയാണ്. ഇൽമുൽ ബദിയിലെ പ്രതിപാദ്യ വിഷയമാണ് ഇഖ്തിബാസും ജിനാസും മുഖാബലയും. അപ്പൊ നമ്മളിപ്പോ ഇൽമുൽ ബലാഗയിലെ ഓരോ ഇനത്തിലും എന്താണ് ചർച്ച ചെയ്യുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ തന്നെ ഇത്തരം ചോദ്യം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോ നേരത്തെ ആമുഖത്തിൽ പറഞ്ഞ പോലെ ഇന്നിപ്പോ നമുക്ക് ഈ വിഷയം ഒന്നായിട്ട് ചർച്ച ചെയ്യാൻ സമയം ഉണ്ടാവില്ല. എന്നാലും ചെറിയ മണിക്കൂറുകൾ നമ്മൾ ചെലവഴിച്ചാൽ മിക്കവാറും കേട്ടറ്റിന് വരുന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് ഈ ബലാഗയിൽ നിന്നും അറൂദിൽ നിന്നും ആൻസർ ചെയ്യാൻ സാധിക്കും, കുറച്ച് സമയം നമ്മൾ ചെലവഴിച്ചാൽ. അതാണ് ഇപ്പൊ ഇന്ന് ഈ ഒരു സെഷൻ കൊണ്ട് പ്രധാനമായി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾക്ക് ലഭ്യമായ നോട്ട്സ് വെച്ച് നിങ്ങൾ പഠിച്ചാൽ മതി. ഏതെങ്കിലും കോഴ്സിന് ചേരണമെന്നൊന്നുമില്ല. ഇപ്പൊ യൂട്യൂബിൽ തന്നെ ഇഷ്ടം പോലെ ക്ലാസ്സുകൾ ഏത് വിഷയത്തിലുണ്ട്. ഇൽമുൽ അറൂദ് ആവട്ടെ, ഇൽമുൽ ബലാഗയാവട്ടെ, വേണ്ടത് എന്താണ്? നമുക്ക് പഠിക്കാനുള്ള സന്നദ്ധതയാണ്. അപ്പോ ഇവിടെ നോക്കാം, നമുക്കിപ്പോ ഇഖ്തിബാസ്, ജിനാസ്, മുഖാബല, ഇവ മൂന്നുമാണ് ഈ ഒരു ചോദ്യത്തില് ഒരേ ഗണത്തിൽ പെടുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നത്, ഓഡ് വൺ ആയിട്ടുള്ളത്, അഥവാ ഷാദ് അല്ലെ, അതേതാണ്? മസ്ദറാണ്. ഇനി അതേ രൂപത്തിൽ വേറൊരു ചോദ്യം നോക്കാം. ലാ തൂജദുൽ മുഹസ്സിനാത്ത് അൽ ലഫ്ളിയ വൽ മഅനവിയ ഇല്ലാ ഫി എന്ന് വെച്ചാൽ ലാ തൂജദു കാണപ്പെടുകയില്ല, അൽ മുഹസ്സിനാത്തുൽ ലഫ്ളിയ വൽ മഅനവിയ, മുഹസ്സിനാത്തുൽ ലഫ്ളിയയും മഅനവിയയും കാണപ്പെടുകയില്ല, ഇല്ലാ ഫി എന്ന് വെച്ചാൽ താഴെ കൊടുത്തതിൽ ഏതോ ഒരു സ്ഥലത്തല്ലാതെ എന്നാണ്. എന്ന് വെച്ചാൽ അവിടെ മാത്രമാണ് കാണപ്പെടുന്നത് എന്നൊരർത്ഥമാണ് അവിടെ ലഭിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ഇൽമുൽ മആനിയിൽ പഠിക്കുന്ന ഒരു ഇനമാണ് ഖസ്ർ എന്ന് പറയുന്ന ഇനം. അപ്പൊ ഖസ്റിനുള്ള ഒരു ഉദാഹരണവും കൂടിയാണിത്. ഖസ്ർ എന്ന് വെച്ചാൽ ഒരു കാര്യത്തെ മറ്റൊരു കാര്യം കൊണ്ട് പ്രത്യേകമാക്കുന്നതിനാണ് ഖസ്ർ എന്ന് പറയാം. അപ്പൊ അതിന്റെ ഒരു രൂപമാണ് ലാ, അതേപോലെ ഇല്ല. ലാ എന്ന നഫിയും ഇല്ല എന്ന ഇസ്തിസ്നായിന്റെ അദാത്തും കൂടി ഉപയോഗിച്ചുകൊണ്ട് ഇതേപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെന്ത് ലഭിക്കും? ഖസ്റിന്റെ അർത്ഥം അവിടെ ലഭിക്കും. അപ്പൊ ഇവിടെ ഇപ്പോ താഴെ കൊടുത്തതിൽ ഏതോ ഒന്നിൽ മാത്രമാണ് മുഹസ്സിനാത്തുൽ ലഫ്ളിയയും മാനവിയയും കാണപ്പെടുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ഇൽമുൽ ബദിയാണ്. ഇൽമുൽ ബദി. അപ്പൊ നോക്കൂ, കഴിഞ്ഞ ചോദ്യം ഇഖ്തിബാസ്, ജിനാസ്, മുഖാബല ചോദിച്ചു. ഇവിടെ മുഹസ്സിനാത്തുൽ ലഫ്ളിയയും മാനവിയയും ചോദിച്ചു. രണ്ടും ഏതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്? ഇൽമുൽ ബദീഉമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ ഇത് ചെറിയ രൂപത്തിൽ മനസ്സിലാക്കിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം സിമ്പിൾ ആണ്. എന്നാൽ അറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇപ്പൊ ഇതെന്ന് ചിലപ്പോ തോന്നുന്നുണ്ടാവും. യഥാർത്ഥത്തിൽ വളരെ സിമ്പിൾ ആണെന്ന് വെച്ചാൽ ഇൽമുൽ ബദീഇൽ പ്രധാനമായും രണ്ടിനങ്ങളാണ് വരുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് മുഹസ്സിനാത്തുൽ ലഫ്ളിയ, മറ്റൊന്ന് മുഹസ്സിനാത്ത് അൽ മഅനവിയ. അതിന്റെ ഇനങ്ങളിൽ പെട്ടതാണ് ഇപ്പൊ നേരത്തെ ആ ചോദ്യത്തിൽ വന്നിട്ടുള്ളത്. മുഹസ്സിനാത്തുൽ ലഫ്ളിയയിൽ പെട്ടതാണ് ഇഖ്തിബാസും ജിനാസും. പിന്നെ അതിന്റെ കൂടെ എന്തും കൂടെയുള്ളൂ? സജ്ഉം കൂടെയാണ് അതിന്റെ കൂടെ നമുക്ക് സാധാരണഗതിയിൽ പഠിക്കാറുള്ളത്. ഇഖ്തിബാസ്, ജിനാസ്, സജ്അ, ഇങ്ങനെ മൂന്നെണ്ണാണ് മുഹസ്സിനാത്തുൽ ലഫ്ളിയയിൽ വരുന്നത്. പിന്നെയോ മുഹസ്സിനാത്തുൽ മഅനവിയയിൽ വരുന്നതാണ് അതിലുള്ള മുഖാബല എന്ന് പറയുന്നത്. തൗരിയത്ത്, തിബാഖ്, മുഖാബല, ഹുസ്നു താലീൽ, ഉസ്ലൂബുൽ ഹക്കീം, ഇങ്ങനെ കുറച്ചിനങ്ങളാണ് മുഹസ്സിനാത്തുൽ മഅനവിയയിൽ വരുന്നത്. അത് ഏതൊക്കെയാണെന്നുള്ളത് ഇൻഷാ അല്ലാഹ് അടുത്തൊരു സ്ലൈഡിൽ നമുക്ക് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഒന്നുകൂടെ കാണിച്ചു പോവാം. അപ്പൊ ഏതായാലും മുഹസ്സിനാത്തുൽ ലഫ്ളിയയും മഅനവിയയും ഇൽമുൽ ബദീഇലാണ് വരുന്നത്. ഇനി വേറൊരു ചോദ്യം നോക്കൂ. ഇഖ്തർ ഗൈർ അൽ മുതജാനിസ് മിനൽ മജ്മുഅ.
എന്നുവെച്ചാൽ നേരത്തെ ഇഖ്തരി ഷാദ് എന്ന് ചോദിച്ചതുപോലെയുള്ളൊരു ചോദ്യമാണ്. കൂട്ടത്തിൽ പെടാത്തത് വൈർ അൽ മുത്തജാനിസ് മിനൽ മജ്മുഅ, കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്നാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇഖ്തിബാസ്, മുഖാബല, തശ്ബീഹ്, ജിനാസ്. ഓക്കെ, യെസ്, എല്ലാവരും ഓപ്ഷൻ സി ആണ് ആൻസർ ചെയ്തിരിക്കുന്നത്, അഥവാ അത്തശ്ബീഹ്. അപ്പൊ ഇവിടെ ഇഖ്തിബാസും മുഖാബലയും ജിനാസും തന്നെയാണ് വന്നിട്ടുള്ളത്, നേരത്തെ ഏകദേശം വന്ന അതേ രൂപത്തിൽ തന്നെ അല്ലെ. അപ്പോ തശ്ബീഹ് മാത്രം വേറെയാണ് എന്ന് വെച്ചാൽ അത് ഇൽമുൽ ബലാഗയിൽ പെട്ടത് തന്നെയാണ്, പക്ഷെ അത് ഇൽമുൽ ബയാനിൽ വരുന്നതാണ്. ഇൽമുൽ ബയാനിൽ. ബാക്കി മൂന്നും ഇൽമുൽ ബദീഇൽ വരുന്നതുമാണ്. ഇനി വേറെ നോക്കൂ, ഇതും ചോദിച്ച ചോദ്യം തന്നെയാണ്. ലൈസ മിൻ അസാലിബി അൽ മുഹസ്സിനാത്ത് അൽ മഅനവിയ്യ, മുഹസ്സിനാത്തുൽ മഅനവിയ്യയുടെ രൂപങ്ങളിൽ പെടാത്തത് അല്ലെങ്കിൽ അതിന്റെ ഇനങ്ങളിൽ പെടാത്തത്, മഅനവിയ്യയുടെ ഇനങ്ങളിൽ പെടാത്തതാ ചോദിച്ചിട്ടുള്ളത്. അത്തൗരിയ, അൽ മുഖാബല, അത്തിബാഖ്, അൽ ജിനാസ്. ഓക്കെ, ഞാൻ നേരത്തെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, അത് ശ്രദ്ധിച്ചവർക്ക് തന്നെ അത് കിട്ടും. അഥവാ ഇൽമുൽ ബദീഇൽ മുഹസ്സിനാത്തുൽ ലഫ്ളിയ്യ, മുഹസ്സിനാത്തുൽ മഅനവിയ്യ, ഇങ്ങനെ രണ്ട് ഇനങ്ങളാണുള്ളത്. അതില് മുഹസ്സിനാത്തുൽ ലഫ്ളിയ്യയിൽ വരുന്നതാണ് ഏതൊക്കെ? ജിനാസ്, പിന്നെ ഇഖ്തിബാസ്, സജ്അ, അങ്ങനെ മൂന്നെണ്ണം. അപ്പൊ ഇവിടെ ഇപ്പൊ ചോദിച്ചത് ഏതാ? മുഹസ്സിനാത്തുൽ മഅനവിയ്യയാണ്. അപ്പൊ ജിനാസ് ലഫ്ളിയ്യയിൽ പെട്ടതാണ്, അതുകൊണ്ട് തന്നെ ജിനാസ് ആണ് ഇപ്പൊ ഇതില് ഓട് വണ്ണായിട്ടുള്ളത്, അല്ലെങ്കിൽ മുഹസ്സിനാത്തുൽ മഅനവിയ്യയിൽ പെടാത്തത്, കാരണം അത് മുഹസ്സിനാത്തുൽ ലഫ്ളിയ്യയിൽ പെട്ടതാണ്. ഇനി തൗരിയ, മുഖാബല, തിബാക്ക്, അവ മൂന്നും മുഹസ്സിനാത്തുൽ മഅനവിയ്യയിൽ പെട്ടതുമാണ്. എന്താ ഈ ലഫ്ളിയ മാനവിയ? ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു പോവാൻ ഇൻഷാ അല്ലാഹ് അതിന്റെ സ്ലൈഡ് എത്തുന്ന സമയത്ത്. ഇനി അടുത്തത് ഇൽമുൻ യബ്ഹസു ഫീഹി അൻ തശ്ബീഹ് വൽ മജാസ് വൽ കിനായ. ഇത് കേട്ടറ്റ് 4 ചോദിച്ച ചോദ്യമാണ്. ഇൽമുൻ യബ്ഹസു ഫീഹി അൻ തശ്ബീഹ് വൽ മജാസ് വൽ കിനായ. തശ്ബീഹ്, മജാസ്, കിനായ ഇതൊക്കെ ചർച്ച ചെയ്യുന്ന വൈജ്ഞാനിക ശാഖ ഏതാണ്? ഇൽമുൻ നഹ്വ്, ഇൽമുൽ ബയാൻ, ഇൽമുൽ മആനി, ഇൽമുൽ ബദിയ. ഓക്കെ, ഇൽമുൽ ബയാനാണ് ഓപ്ഷൻ ബി. ഇൽമുൽ ബയാനിൽ പ്രധാനമായും വരുന്നവ തശ്ബീഹ്, മജാസ്, കിനായ, ഇവ മൂന്നുമാണ് അതിൽ വരുന്നത്. അതാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്? ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇപ്പൊ ഈ വന്ന 2-3-4 ചോദ്യങ്ങൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നോക്കൂ. അതിലൊക്കെ വന്നത് എന്താ വെച്ചാൽ ഓരോ വൈജ്ഞാനിക ശാഖയിലും എന്താണ് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ജസ്റ്റ് അതൊന്ന് മാത്രം നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നോക്കാം. മൊത്തത്തിൽ ഇൽമുൽ ബലാഗയെ പണ്ഡിതന്മാർ 3 ആക്കി ഭാഗിച്ചു. ഒന്ന് ഇൽമുൽ മആനി, പിന്നെ ഇൽമുൽ ബയാൻ, പിന്നെ ഇൽമുൽ ബദിയ. ഇങ്ങനെ 3 ആക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഭാഗിക്കുന്നുണ്ട്. 3 ഭാഗമാക്കിയിട്ടാണ് ഇതിനെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, ഇൽമുൽ ബലാഗയെ. ഇനി ഇതിൽ ഓരോന്നിലും നോക്കാം. നമുക്ക് ആദ്യം നമുക്ക് ഇൽമുൽ ബദിയ, കാരണം ഇതാണ് ഏറ്റവും ഇതിൽ എളുപ്പവും അതോടൊപ്പം സാധാരണ കേട്ടറ്റ് പോലുള്ള എക്സാമിനേഷനിലൊക്കെ കൂടുതൽ ചോദിക്കാറുള്ള ഏരിയയാണ് ഇൽമുൽ ബദിയ എന്ന് പറയുന്ന ഏരിയ. അപ്പൊ അതില് പ്രധാനമായും 2 ഇനങ്ങൾ. ഇൽമുൽ ബദിയ എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പൊ ബദിയ എന്ന് മൻദറുൻ ബദിഉൻ എന്ന് സാധാരണ പറയും. മൻദറുൻ ബദിഉൻ എന്ന് വെച്ചാൽ നല്ല പുതുമയുള്ള ഒരു കാഴ്ച, അല്ലെങ്കിൽ നല്ല മൊഞ്ചുള്ള ഒരു കാഴ്ച എന്ന അർത്ഥത്തിൽ ഇൽമുൽ ബദീ മൻദറുൻ ബദീഉൻ എന്ന് പറയും. അപ്പോ ഇവിടെ ഇപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഒരു കലാമിന് മൊഞ്ച് കൂട്ടാനുള്ള വൈജ്ഞാനിക ശാഖയാണ് യഥാർത്ഥത്തിൽ ഇൽമുൽ ബദീ എന്ന് പറയുന്നത്. ഒരു കലാമിന് നമുക്ക് ഏതെല്ലാം രൂപത്തിൽ ഭംഗി കൂട്ടാം? 2 രൂപത്തിൽ ഭംഗി കൂട്ടാം, അല്ലെ? ഒന്ന് ആശയപരമായി ഭംഗി കൂട്ടാം, പിന്നെയോ
പദപരമായും ഭംഗി കൂട്ടാം. അപ്പൊ ഇവിടെ അത് രണ്ടും തന്നെയാണ് ഇതിൽ വരുന്നത്. ഒരു കലാമിനെ ഭംഗി കൂട്ടാനുള്ള വൈജ്ഞാനിക ശാഖയാണ് ഇൽമുൽ ബദിയാണ്, അഥവാ ഭാഷാ അലങ്കാര ശാസ്ത്രമാണ് ഇൽമുൽ ബദിയാണ് എന്നതുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത് ഇൽമു സഖറുഫത്തിൽ ലുഗവിയ്യ എന്ന് പറയും, ഭാഷാ അലങ്കാര ശാസ്ത്രം. അപ്പൊ അതില് പദപരമായ അലങ്കാരം, അതാണ് മുഹസ്സിനാത്തുൽ ലഫ്ലിയ്യ. പദങ്ങളാണ് അവിടെ മെയിൻ ആയിട്ട് വരുന്നത്. പദങ്ങളുടെ അലങ്കാരമാണ് പദാലങ്കാരം. അതിൽ 3 വരുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് ജിനാസ്, പിന്നെ സജ്അ, ഇഖ്തിബാസ്. ഇങ്ങനെ 3 മുഹസ്സിനാത്തുൽ ലഫ്ലിയ്യയിൽ വരുന്നത്. ഏതൊക്കെയാണ്? ജിനാസ്, സജ്അ, ഇഖ്തിബാസ്. അപ്പൊ അത് ഒന്നുകൂടെ മനസ്സിൽ പതിപ്പിച്ചു വെക്കുക. ഇൽമുൽ ബദീ എന്ന് പറഞ്ഞാൽ അലങ്കാര ശാസ്ത്രമാണ്, അഥവാ ഒരു കലാമിന് ഭംഗി കൂട്ടാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചർച്ച ചെയ്യുന്ന വൈജ്ഞാനിക ശാഖയാണ്. അപ്പൊ അത് 2 രൂപത്തിൽ നമുക്കൊരു കലാമിനെ ഭംഗി കൂട്ടാം. ഒന്ന് പദപരമായി ഭംഗി കൂട്ടാം, പദാലങ്കാരം. അതാണ് മുഹസ്സിനാത്ത് അൽ ലഫ്ലിയ്യ, പദാലങ്കാരങ്ങൾ. ഏതൊക്കെയാണത്? ഒന്ന് ജിനാസ്, പിന്നെ സജ്അ, ഇഖ്തിബാസ്. ഇങ്ങനെ 3. പിന്നെ ആശയപരമായ അലങ്കാരം, ആശയാലങ്കാരങ്ങൾ. ഏതൊക്കെയാണ്? മുഹസ്സിനാത്ത് അൽ മഅനവിയ, ആശയാലങ്കാരങ്ങൾ. അത്തൗരിയ, അത്തിബാഖ്, അൽ മുഖാബല, ഹുസ്നു തഅലീൽ, ഉസ്ലൂബുൽ ഹകീം, തഅക്കീദുൽ മദ്ഹ് ബിമാ യുശ്ബിഹു ദമ്മ വഅക്സുഹു. ഇങ്ങനെ 6 ഇനങ്ങളാണ് മുഹസ്സിനാത്തുൽ മഅനവിയയിലുള്ളത്. ചിലപ്പോൾ സാധാരണ ചോദിക്കാറുള്ളത് ആദ്യത്തെ ആ ഒരു 3 ചിലപ്പോ ഹുസ്നു തഅലീലൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഏതായാലും നിങ്ങൾ ഈ 2ലും വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നെങ്കിലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ തന്നെ, ഇപ്പൊ കഴിഞ്ഞ ചോദ്യങ്ങളൊക്കെ ആ രൂപത്തിലാണ് വന്നിട്ടുള്ളത്. ലൈസ മിനൽ മുഹസ്സിനാത്തിൽ മഅനവിയ്യ, അല്ലെങ്കിൽ ഇഖ്തരി ഷാദ മിനൽ ആത്തിയ എന്നൊക്കെ പറഞ്ഞു വരുന്ന ചോദ്യം ഇതേ രൂപത്തിൽ. അപ്പൊ അതില് വരുന്നത് ഏതൊക്കെയാണെന്നുള്ള ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി അടുത്തത് ഇൽമുൽ ബയാനാണ്. ഇൽമുൽ ബലാഗയുടെ 2ാമത്തെ ഇനം ഇൽമുൽ ബയാൻ. അതിലേതൊക്കെയാണ് വരുന്നത്? ഒന്ന് തശ്ബീഹ്, പിന്നെ മജാസ്, 3ാമത്തത് കിനായ. ഇങ്ങനെ 3 ഇനങ്ങളാണ് വരുന്നത്. തശ്ബീഹ്, മജാസ്, കിനായത്ത്. ഓക്കെ, അതിപ്പോ ഇൽമുൽ ബയാൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഒരു ആശയത്തെ വ്യത്യസ്ത ശൈലിയിലൂടെ അവതരിപ്പിക്കാനുള്ള വൈജ്ഞാനിക ശാഖയാണ് ഇൽമുൽ ബയാൻ എന്ന് പറയുന്നത്. നമ്മുടെ അടുക്കൽ എന്തുണ്ട്? ഒരു ആശയമുണ്ട്. ആ ആശയത്തെ നമുക്ക് വ്യത്യസ്ത രൂപത്തിൽ അവതരിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് ഈ ഇൽമുൽ ബയാനിൽ ചർച്ച ചെയ്യുന്നത് എന്നർത്ഥം. ഇതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ഒരാൾ ഉദാരവാനാണ് എന്ന് പറയണം, അയാൾ ഉദാരവാനാകുന്നു എന്ന് പറയണം. അത് നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ തന്നെ പറയാം, അല്ലെ? ആ വ്യക്തിയെ കുറിച്ച് അയാൾ ഉദാരവാനാണ് എന്ന് അങ്ങനെ നേർക്കുനേരെ പറയാം. ഞാൻ അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഉപമയിലൂടെ പറയാൻ പറ്റും, അല്ലെ? അയാൾ കടലിനെ പോലെ ദാനം ചെയ്യുന്ന ആളാണ്. അപ്പൊ അവിടെ കടലിനോട് അദ്ദേഹത്തെ ഉപമിച്ച് പറഞ്ഞു. ഇനി ചിലപ്പോൾ എന്ത് ചെയ്യും? ഈ കടൽ എന്നുള്ളത് കടലിനെ ഇതേപോലെ ഉദാരതയുടെ ഒരു പ്രതീകമാക്കി മാറ്റിയിട്ടാണ് നമ്മൾ അതിനോട് ഉപമിച്ചിട്ടുള്ളത്. അതിന് പകരമായിട്ട് ഉപമിക്കാതെ നേരെ ആ കടൽ എന്ന പേര് ചിലപ്പോ അയാൾക്ക് അങ്ങോട്ട് വെച്ചു കൊടുക്കും. അയാളൊരു ബഹറാണ് എന്ന് പറയും, അല്ലെ? ഞാൻ ഇന്ന സ്ഥലത്ത് പോയപ്പോൾ ഒരു ബഹറിനെ കണ്ടു എന്ന് പറയാണ്. അപ്പൊ അയാൾക്ക് നേരെ എന്ത് ചെയ്യാണ്? ആ പേര് അങ്ങോട്ട് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും അങ്ങനെ പറയുന്നതാണ് മജാസ് എന്ന് പറയുന്നത്. മജാസ് എന്ന് പറയാം. പിന്നെ ചിലപ്പോ എന്ത് ചെയ്യും? കിനായയിലൂടെ പറയും. കിനായ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് വിഷയം എന്താണ്? ഉദാരത എന്നുള്ളതാണ്, അല്ലെ? അയാൾ ഉദാരവാനാണ് എന്നാണ്. അപ്പൊ ഉദാരത എന്ന സിഫത്തിനെ പറയാതെ അതിന്റെ അനുബന്ധമായ കാര്യം പറയാം. ഇപ്പൊ ജാഹിരി കാലഘട്ടത്തില് നിങ്ങളൊക്കെ കേട്ട ഒരു കവയത്രിയാണ് ആര്? ഹൻസാ. ഹൻസാ തന്റെ സഹോദരൻ സൊഹറിനെ കുറിച്ച് പാടിയിട്ടുള്ള പ്രസിദ്ധമായ കവിതയുണ്ട്. അതില് പിന്നെ കസീറുർ റമാദ് എന്ന അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞതായിട്ട് കാണാം. റഫീഉൽ ഇമാദ്, അതേപോലെ തന്നെ കസീറുർ റമാദ്. ഇങ്ങനെ
ഉള്ള വിശേഷണങ്ങളൊക്കെ നൽകിയതായിട്ട് കാണാം. അവിടെ കസീറുർ റമാദ് എന്ന് പറഞ്ഞാൽ ധാരാളം ചാരമുള്ള ആൾ എന്നാണ്. എന്താ ചാരം എന്ന് പറഞ്ഞാൽ വെണ്ണീര് എന്നൊക്കെ പറയും അല്ലെ? ചാരം വെണ്ണീര് എന്നൊക്കെ പറഞ്ഞാൽ അതായത് ഇപ്പോ വിറകാണെങ്കിൽ ആ വിറക് നന്നായി കത്തി കഴിഞ്ഞ് അവസാനം ഉണ്ടാവുന്ന സാധനം അല്ലെ? അതിനാണ് ഇപ്പൊ നമ്മൾ ചാരം അല്ലെങ്കിൽ വെണ്ണീര് എന്ന് പറയുന്നത്. അപ്പോ അയാൾ ധാരാളം വെണ്ണീരുള്ള അല്ലെങ്കിൽ ചാരമുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് താല്പര്യമാകുന്നത്? താല്പര്യമാക്കുന്നത് അയാളുടെ വീട്ടിൽ വെണ്ണീര് വെറുതെ ഉണ്ടാവില്ല, മറിച്ച് ധാരാളം വിറക് കത്തുമ്പോഴാണ് വെണ്ണീര് കൂടുതലായിട്ട് ഉണ്ടാവുക. ഇനിയോ ധാരാളം വിറക് വെറുതെ കത്തിക്കോ? ഇല്ല, ധാരാളം പാചകം ചെയ്യാണ്ടാവുമ്പോഴാണ് ഇതേപോലെ ധാരാളം വിറക് കത്തിക്കുക. ഇനി ധാരാളം പാചകം വെറുതെ ചെയ്യോ? ഇല്ല. അല്ലെ? എപ്പോഴാണ് ഒരാള് ധാരാളം പാചകം ചെയ്യുക? അയാൾക്ക് ഒരുപാട് ആളുകളെ ഭക്ഷിപ്പിക്കാണ്ടാവുമ്പോഴാണ്. അല്ലെ? അപ്പോ അതുകൊണ്ട് താല്പര്യമാക്കുന്നത് കസീറുർ റമാദ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരുപാട് ആളുകളെ ഭക്ഷിപ്പിക്കുന്ന നല്ല ഒരു ഉദാരവാനാണ് എന്നാണ്. പക്ഷെ അത് നേർക്ക് നേരെ പറയാതെ അതിന്റെ അനുബന്ധമായ കാര്യം പറയാം. അതിനാണ് എന്ത് പറയുന്നത്? കിനായ എന്ന് പറയുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു വലിയ വിഷയത്തെ ചെറിയ ഒരു സമയത്ത് നമ്മൾ സംക്ഷിപ്തമായി പറയുമ്പോൾ ആ രംഗത്തുള്ള ഒരു പരിമിതി ഉണ്ടാവും. എന്നാലും ഏകദേശം ഈ മൂന്നും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോ ഇത് മൂന്നുമാണ് നമുക്ക് ഇൽമുൽ ബയാനിൽ ചർച്ചയിൽ വരുന്നത്. നമ്മുടെ അടുക്കൽ ഒരാശയമുണ്ട്, ആ ആശയത്തെ വ്യത്യസ്ത ശൈലിയിൽ അവതരിപ്പിക്കാനുള്ള വൈജ്ഞാനിക ശാഖയാണ് മൊത്തത്തിൽ ഇൽമുൽ ബയാൻ. അതിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് തശ്ബീഹാണ്. അപ്പൊ ആ തശ്ബീഹുമായി റിലേറ്റഡ് ആയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ? അപ്പോ മുമ്പൊക്കെ പഠിച്ച് ഒരു പക്ഷെ ചിലപ്പോൾ നമ്മള് ഇതിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടാവും, ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും. തശ്ബീഹ് എന്ന് വെച്ചാൽ ഉപമിക്ക എന്നുള്ളതാണ്. അപ്പൊ ഉപമിക്കുമ്പോ ഒന്നിനെ നമ്മൾ മറ്റൊന്നിനോട് ഉപമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ രണ്ട് ഘടകങ്ങൾ പ്രധാനമായിട്ടുണ്ട് അല്ലെ? നമ്മൾ എന്തിനെയാണോ ഉപമിക്കുന്നത് അതും എന്തിനോടാണോ ഉപമിക്കുന്നത് അതുണ്ട്. അഥവാ മുഷബ്ബഹ് മുഷബ്ബഹ് ബിഹി, അങ്ങനെ രണ്ടെണ്ണം ഉണ്ടാവും. പിന്നെ അവൻ സിംഹത്തെ പോലെയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ അവനും സിംഹവും, അതാണ് ഇപ്പൊ മുഷബ്ബഹും മുഷബ്ബഹ് ബിഹിയും. പിന്നെ പോലെ നമ്മളവിടെ പറഞ്ഞു, അതാണ് അദാത്തു തശ്ബീഹ് എന്ന് പറയുന്നത്. പിന്നെയോ സ്വാഭാവികമായിട്ടും അവൻ സിംഹത്തെ പോലെ എന്ന് പറയുമ്പോൾ നമുക്കവിടെ അറിയാമെന്ത്? അവൻ നല്ല ധീരനാണ് എന്നാണ് ഇപ്പൊ അവിടെ താല്പര്യം. അഥവാ ധീരതയിൽ അവൻ സിംഹത്തെ പോലെയാണ് എന്നാണ്. അപ്പൊ അവിടെ ധീരത എന്നുള്ള ആ വിഷയത്തിലാണ് സിംഹത്തോട് അവനെ ഉപമിച്ചിട്ടുള്ളത്. അപ്പൊ ആ രണ്ടിലും പൊതുവായി കിടക്കുന്ന ഘടകം, അതിനാണ് എന്ത് പറയുന്നത്? വജ്ഹു ഷബഹ് എന്ന് പറയുന്നത്. ഇങ്ങനെ 4 റുക്കനുകളാണ് ഒരു തശ്ബീഹിന് ഉണ്ടാവുക. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ അതിന്റെ അനുബന്ധമായി വരുന്നതാണ് അഖ്സാമു തശ്ബീഹ് അഥവാ തശ്ബീഹിന്റെ വ്യത്യസ്ത ഇനങ്ങൾ എന്ന് പറയുന്നത് അല്ലെ? സാധാരണ ഇപ്പോ കേട്ടന്റെ ചോദ്യപേപ്പറൊക്കെ മുൻകാല പേപ്പറൊക്കെ എടുത്തു നോക്കിയ ആളുകൾക്ക് അറിയാം. അതിൽ ചിലപ്പോ എന്തുണ്ടാവും? തശ്ബീഹ്, അഖ്സാമു തശ്ബീഹിൽ പെട്ട ചോദ്യങ്ങൾ സാധാരണ വരാറുണ്ട്. തശ്ബീഹുൽ മുർസല്, തശ്ബീഹുൽ മുഅക്കദ്, തശ്ബീഹുൽ മുജ്മല്, തശ്ബീഹുൽ മുഫസ്സല്, തശ്ബീഹുൽ ബലീഗ് എന്നൊക്കെ കാണാം. ഇതൊക്കെ ഈ 4 റുക്കനുകളുമായി ബന്ധപ്പെട്ട വിഷയം ശരിക്കും നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൽ തന്നെ മുഷബ്ബഹും മുഷബ്ബഹ് ബിഹിയും അതെന്തായിരുന്നാലും ഒരു തശ്ബീഹിൽ എപ്പോഴും ഉണ്ടാവണം, ഏത് തശ്ബീഹിലും ഉണ്ടാവണം. എന്നാൽ വജ്ഹു ഷബഹും അദാത്തു തശ്ബീഹും അതില്ലാതെയും തശ്ബീഹ് നടത്താം. കാരണം അവൻ സിംഹത്തെ പോലെയാണ് എന്ന് പറഞ്ഞാൽ തന്നെ കേൾക്കുന്ന ആൾക്ക് മനസ്സിലായി എന്ത്? അവൻ നല്ല ധീരനാണ് എന്നാണ് ഇപ്പൊ അവിടെ താല്പര്യം എന്ന്. അപ്പൊ അവിടെ പറഞ്ഞിട്ടില്ല ധീരത എന്നുള്ളത്. അപ്പൊ അങ്ങനെ പറയാതെയും തശ്ബീഹ് നടത്താം. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ അഥവാ വജ്ഹു ഷബഹ് പറഞ്ഞിട്ടില്ല എങ്കിൽ ആ തശ്ബീഹിന് ഒരു പേരുണ്ട്, അതാണ് തശ്ബീഹുൽ മുജ്മൽ എന്ന് പറയുന്നത്. ഇനിയോ അവൻ ധീരതയിൽ സിംഹമാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ധീരത എന്ന് പറഞ്ഞിട്ടുണ്ട്, അഥവാ വജ്ഹു ഷബഹ് പറഞ്ഞു. അപ്പോ അത് തശ്ബീഹുൽ മുഫസ്വലാണ്, അതിന് അങ്ങനെയാണ് പേരുള്ളത്. പിന്നെ അതേപോലെ തന്നെ അവൻ ധീരതയിൽ സിംഹമാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, സിംഹത്തെ പോലെ എന്ന് പറഞ്ഞില്ല. അപ്പൊ പോലെ എന്ന അദാത്തു തശ്ബീഹ് പറഞ്ഞിട്ടില്ല അവിടെ. അപ്പൊ അതേതാണ്? തശ്ബീഹുൽ മുഅക്കദാണ്. ഇങ്ങനെ ഓരോരോ പേരുകൾ ഈ ഒരു വജ്ഹു ഷബഹും അദാത്തു തശ്ബീഹും പറഞ്ഞു കളയപ്പെട്ടു എന്നതിനെ ബേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ
ഇതിനോടനുബന്ധമായി നമുക്ക് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് വരുന്നത്. പിന്നെ അതേപോലെ മറ്റൊരു ഇനം മജാസ് ആണ്. ആ മജാസിനുണ്ട് വ്യത്യസ്ത ഇനങ്ങൾ. അതേപോ മജാസ് മുർസല്, അതേപോലെ തന്നെ ഇസ്തിആറ, അങ്ങനെ 2 ഇനങ്ങളുണ്ട്. അതേപോലെ മജാസ് തന്നെ മജാസുൽ അഖലിയുമുണ്ട്, മജാസുൽ ലുഗവിയുമുണ്ട്. ഇതൊക്കെ ഓരോരോ ഇനങ്ങളാണ്. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പിന്നീട് പഠിക്കുക. ഇപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു എന്ന് മാത്രം. പിന്നെ കിനായ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, അതായത് അത് ഒന്നുകിൽ സിഫത്ത് വിശേഷണം അല്ലെങ്കിൽ വിശേഷ്യം മൗസൂഫ്, ഇത് രണ്ടുമാണ് എങ്കിൽ അത് നേർക്ക് നേരെ പറയാതെ അതിന്റെ അനുബന്ധമായ കാര്യം പറയാം. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ഉദ്ദേശിക്കുക. ആ രൂപത്തിലുള്ള പ്രയോഗത്തിനാണ് കിനായ എന്ന് പറയുന്നത്. അത് കിനായ സിഫ ഉണ്ടാവും, അല്ലെങ്കിൽ കിനായ മൗസൂഫ് ഉണ്ടാവും, അല്ലെങ്കിൽ കിനായ അന്നിസ്ബ ഉണ്ടാവും. ഇങ്ങനെ ഈ 3 രൂപത്തിലും കിനായ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ 2 പറഞ്ഞു. ഒന്ന് ഇൽമുൽ ബദീഅ, പിന്നെ ഇൽമുൽ ബയാൻ. ഇനി ഇൽമുൽ ബലാഗയിൽ ഒന്നുകൂടെയാണുള്ളത്. അതേതാണ്? ഇൽമുൽ മആനിയാണ്. ഇൽമുൽ മആനി. ഇൽമുൽ മആനിയിൽ പ്രധാനമായി വരുന്നത് ഖബർ, ഇൻഷാ, ഇങ്ങനെ 2 ഭാഗങ്ങളാണ്. ഖബർ എന്ന് പറഞ്ഞാൽ ഒരു ഖബരിയായ ജുംല എന്ന് പറയുന്നത് ആ ഒരു വാചകത്തെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും അത് ശരിയാണ് അല്ലെങ്കിൽ ശരിയല്ല എന്ന് പറയാൻ പറ്റും. അങ്ങനെയുള്ള വാചകങ്ങൾക്കാണ് ഖബരിയായ ജുംല എന്ന് പറയുന്നത്. ഇപ്പോ നമ്മൾ പറയുകയാണെന്ത്, മഴ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. അപ്പോ ഒരാൾക്ക് നേരെ ആ വാചകത്തെ കുറിച്ച് അത് ശരിയാണ് അല്ലെങ്കിൽ ശരിയല്ല എന്ന് പറയാൻ പറ്റും അല്ലെ, ആ വാചകത്തെ കുറിച്ച്. അങ്ങനെയുള്ള വാചകത്തിനാണ് ഖബരിയായ ജുംല എന്ന് പറയുന്നത്. എന്നാൽ നേരെ മറിച്ച് നിന്റെ പേരെന്താണ് എന്ന് ഞാനിപ്പോ ഒരാളോട് ചോദിക്കാണ്. അപ്പോ ആ വാചകത്തെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, നീ പറഞ്ഞത് ശരിയാണ് അല്ലെങ്കിൽ നീ പറഞ്ഞത് തെറ്റാണ് എന്ന് പറയാൻ പറ്റൂല. കാരണം എന്താ, അതൊരു ചോദ്യ രൂപത്തിലുള്ള വാചകമാണ്. അത്തരം ജുംലകൾക്ക് ഒന്നുകിൽ ചോദ്യം, അല്ലെങ്കിൽ ഒരാളോട് ഒരു കൽപ്പന നടത്തുക, അല്ലെങ്കിൽ വിരോധിക്കുക, ഇതൊക്കെ എന്താ വെച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് അത് ശരിയാണ് എന്നോ അല്ലെങ്കിൽ തെറ്റാണെന്നോ പറയാൻ പറ്റൂല. അത്തരം വാചകങ്ങൾക്കാണെന്ന് പറയുന്നത് ഇൻഷാഇയായ ജുംല എന്ന് പറയുന്നത്. ഇങ്ങനെ 2 എണ്ണമാണ് പ്രധാനമായിട്ടും ഇൽമുൽ മആനിയിൽ വരുന്നത്. ഇനി അതിന്റെ അനുബന്ധമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഇൻഷാ എന്ന് പറയുന്നത് ഇൻഷാ ത്വലബിയും ഉണ്ട്, ഗൈറു ത്വലബിയും ഉണ്ട്. ആ ത്വലബിയിൽ വരുന്നതാണ് ഇപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞ അംറ്, നഹി, ഇസ്തിഫാം അഥവാ ചോദ്യങ്ങൾ വരുന്ന രൂപങ്ങൾ. തമന്നി, നിദാ എന്നൊക്കെ പറയുന്ന രൂപങ്ങൾ. തമന്നി എന്ന് വെച്ചാല് ഈ ആഗ്രഹങ്ങൾക്കാണ് പറയാ. എങ്ങനെയുള്ള ആഗ്രഹങ്ങൾ? നടക്കാൻ സാധ്യതയില്ലാത്ത ആഗ്രഹങ്ങൾ അല്ലെ. ഇപ്പോ ഒരാൾ വിചാരിക്കാണ്, ഞാനിപ്പോ ഒരു 25 കൊല്ലം മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കേട്ടിട്ട് എഴുതിയിരുന്നെങ്കിൽ എനിക്ക് എന്തായിരുന്നാലും കിട്ടുമായിരുന്നു എന്നിപ്പോ ഒരാൾ പറയാണ് അല്ലെ. അത് നമുക്ക് അങ്ങനെ പറയാം അല്ലെങ്കിൽ ആഗ്രഹിക്കാം, പക്ഷെ നടക്കാൻ പോകുന്ന സംഗതിയല്ല. എന്നാലോ അങ്ങനെ ഒരാൾക്ക് ആഗ്രഹിക്കാം. അങ്ങനെയുള്ള ആഗ്രഹങ്ങൾക്കാണ് എന്ന് പറയുന്നത് തമന്നി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അത്തരത്തിലുള്ള പ്രയോഗങ്ങളെ കുറിച്ചും നമുക്കത് ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണെന്ന് പറയാൻ പറ്റൂല. കാരണം അത് ഈ രൂപത്തിൽ തമന്നിയായിട്ടുള്ള ഒരു ജുംലയാണ്. അതേപോലെ നിദാ വെച്ചാൽ വിളിക്കുന്ന രൂപം. യാ മുഹമ്മദ് അല്ലെങ്കിൽ യാ ഖാലിദ് എന്നൊക്കെ വെച്ചിട്ടുള്ള രൂപങ്ങൾ. അങ്ങനെയുള്ള ഒരു പ്രയോഗമാണെങ്കിൽ അതും ഇതേപോലെ ഇൻഷാഇയായ ജുംലയാണ്. ത്വലബിയായ ഇൻഷാ ആണ് അതിൽപ്പെട്ട അതിന്റെ രൂപങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ. പിന്നെ ഇതിന് വരുന്നത് ഖസ്ർ, അതേപോലെ തന്നെ ഫസ്ല്, വസ്ല്, പിന്നെ ഈജാസ്, ഇത്നാബ്, മുസാവാത്ത്. ഇത്രയും ഇനങ്ങളാണ് ഇൽമുൽ മആനിയിൽ വരുന്നത്. അപ്പൊ ഏതൊക്കെയാണ്? ഖബർ, ഇൻഷാ, ഖസ്ർ, ഫസ്ല്, വസ്ല്. ഖസ്ർ എന്ന് വെച്ചാല് ഒരു കാര്യത്തെ മറ്റൊരു കാര്യം കൊണ്ട് പ്രത്യേകമാക്കുന്നതിനാണ് ഖസ്ർ എന്ന് പറയാം. അപ്പൊ ഏതുപോലെ വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ലാ തൂജദു അൽ മുഹസ്സിനാത്തുൽ ലഫ്ദിയ്യ വൽ മഅനവിയ്യ ഇല്ലാ ഫി, നമ്മൾ പറഞ്ഞു ഇല്ലാ ഫി ഇൽമുൽ ബദിയ. എന്ന് വെച്ചാൽ മുഹസ്സിനാത്തുൽ ലഫ്ദിയ്യയും മഅനവിയ്യയും കാണപ്പെടുകയില്ല എവിടെയല്ലാതെ? ഇൽമുൽ ബദീഇലല്ലാതെ. അപ്പൊ അതിന്റെ ഒരു മറുവശമുള്ള അർത്ഥമുണ്ട്. എന്താണത്? മുഹസ്സിനാത്തുൽ ലഫ്ദിയ്യയും മഅനവിയ്യയും കാണപ്പെടുന്നത് എവിടെ മാത്രമാകുന്നു? ഇൽമുൽ ബദീഇൽ മാത്രമാകുന്നു എന്നാണ് ഇപ്പൊ അതിന്റെ ആശയം. ആ ഒരു അർത്ഥം കിട്ടും എവിടെ?
ഖസറിന്റെ പ്രയോഗങ്ങളിൽ. അപ്പോ അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ അതിപ്പോ 4 രൂപത്തിലാണ് ഈ ഒരു ഖസറിന്റെ പ്രയോഗം വരിക. ആ 4 രൂപങ്ങൾക്കും ഇതേ അർത്ഥമായിരിക്കും ലഭിക്കുക, ഖസറിന്റെ 4 രൂപങ്ങൾക്കും. അപ്പൊ അതിലുള്ള ഒരു രൂപമാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് അൽ ഫസ്ലു വൽ വസ്ൽ. ഫസ്ല് എന്ന് പറഞ്ഞാൽ, ഫസ്വല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വേർപ്പെടുത്തി എന്നാണ് അല്ലെ. വസ്വല എന്ന് പറഞ്ഞാലോ ചേർത്തി എന്നാണ് അല്ലെ. വസ്വല അതിലിപ്പോ സിലത്തുർ റഹീം നമുക്കറിയാലോ, കുടുംബ ബന്ധം ചേർക്കുക. അപ്പൊ അത് ഇതിൽ നിന്ന് വസ്വല എന്നതിൽ നിന്ന് വന്നതാണ് സിലത്തുർ റഹീം. അപ്പോ വസ്വല എന്ന് പറഞ്ഞാൽ ചേർത്തി എന്നാണ്. എന്ന് വെച്ചാൽ 2 ജുംലകൾ പരസ്പരം ചേർക്കുന്നതിനാണെന്ന് പറയുന്നത് വസ്വല എന്ന് പറയുന്നത്. ഓക്കെ, അതിന് നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ട് അറബിയിൽ സാധാരണ ഇടയിൽ എന്ത് ചെയ്യും, ഒരു വാവ് വെച്ച് കൊടുക്കും. ഇംഗ്ലീഷിലാണെങ്കിൽ ആൻഡ് എന്നൊക്കെ വെച്ച് കൊടുക്കുന്ന പോലെ അറബിയിൽ നമ്മളിപ്പോ 2 ജുംലകൾ ചേർത്ത് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യും, അവിടെ വാവാണ് ചേർത്ത് കൊടുക്കുക. അപ്പൊ അവിടെ അൽ ഇൻഷാഉ വമാ യതഅല്ലഖു ബിഹി എന്നവിടെ പറഞ്ഞു അല്ലെ. അപ്പൊ അവിടെ വാവ് ചേർത്ത് കൊടുത്തു. അപ്പൊ ഇതേപോലെ 2 ജുംലകൾ പരസ്പരം ചേർക്കുന്നതിനാണ്, അഥവാ എന്തുകൊണ്ട് വാവ് വെച്ച് ചേർക്കുന്നതിനാണ് എന്ത് പറയുന്നത്, വസ്ല് എന്ന് പറയുന്നത്. അത്ഫു ജുംലത്തിൻ അലാ ഉഖ്റ ബിൽ വാവി എന്നാണ് വസ്ലിന്റെ നിർവചനം. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്, ഫസ്ൽ എന്ന് പറയുന്നത്. ഫസ്ൽ എന്ന് വേർപ്പെടുത്തി എന്നാണ്. എന്ന് വെച്ചാൽ തർക്കു ഹാദൽ അത്ഫ്, ഈ ഒരു അത്ഫിന് എന്ത് ചെയ്യുക, ഒഴിവാക്കുക. അതിനാണ് ഫസ്ല് എന്ന് പറയുന്നത്. അതിന്റെ വ്യത്യസ്തമായ സന്ദർഭങ്ങളൊക്കെ ഉണ്ട്, അതാണ് അതിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്ലിനും വസ്ലിനും പ്രധാനമായിട്ടും 3 പിന്നെ സന്ദർഭങ്ങളാണുള്ളത്. അതാണ് ഇപ്പൊ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത്. ഏതായാലും അതെന്താന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്ന് മാത്രം. ഇനി അടുത്തത് അൽ ഈജാസു വൽ ഇത്നാബു വൽ മുസാവാത്ത്. ഇതുകൂടെയാണ് ഇപ്പൊ ഇതിൽ ഇൽമുൽ മആനിയിൽ വരുന്നത്. ഈജാസ് എന്ന് പറഞ്ഞാൽ സാധാരണ മൂജസ് ആയി പറയാന്ന് അറബിയിൽ പറഞ്ഞാൽ എന്താ, ചുരുക്കി പറയാന്നാണ്. ഏകദേശം അതേ ആശയം നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ ഈജാസ് നമുക്ക് പെട്ടെന്ന് ഓർത്തു വെക്കാൻ പറ്റും. എന്ന് വെച്ചാൽ കുറഞ്ഞ വാചകങ്ങൾ കൂടുതൽ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന രൂപത്തിൽ പറയാം. ഇപ്പൊ ഖുർആനിലെ ചില പ്രയോഗങ്ങൾ, പ്രവാചകരുടെ ചില വചനങ്ങളൊക്കെ ഇതേ രൂപത്തിലാണ്. കുറച്ച് വാചകേ ഉണ്ടാവുള്ളൂ, പക്ഷെ കൂടുതൽ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന രൂപത്തിലായിരിക്കും അല്ലെ. ഇപ്പൊ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് അല്ലെ, പ്രവാചകരുടെ ഒരു വചനാണ്. എത്രമാത്രം വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വാചകമാണത്, പക്ഷെ ചെറിയ വാചകേ ഉള്ളൂ. അപ്പൊ അവിടെ ഇത്തരം പ്രയോഗങ്ങൾ, കുറഞ്ഞ വാചകങ്ങൾ കൂടുതൽ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന രൂപത്തിൽ കൊണ്ടുവരിക, അതിനാണ് ഈജാസ് എന്ന് പറയുന്നത്. ഇത്നാബ് എന്ന് പറയുമ്പോഴോ അതിന് നേരെ ഓപ്പോസിറ്റ്. എന്ന് വെച്ചാൽ കൂടുതൽ പദങ്ങൾ ഉണ്ടാവും, പക്ഷെ കുറഞ്ഞ ആശയങ്ങളെ അവിടെ ഉണ്ടാവുള്ളൂ. കൂടുതൽ വാചകങ്ങൾ അവിടെ വന്നിട്ടുണ്ടാവും പദങ്ങൾ എടുത്ത് നോക്കുമ്പോൾ, പക്ഷെ കുറച്ച് ആശയങ്ങളെ വന്നിട്ടുണ്ടാവുള്ളൂ. ഏതുപോലെ ഇപ്പൊ നമ്മൾ സാധാരണ പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥനയുണ്ട് ഖുർആനിൽ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയായിട്ട് എടുത്തു പറയുന്നതാണ് റബ്ബി ഗ്ഫിർലി വലി വാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അപ്പൊ ആ പ്രാർത്ഥന എടുത്തു നോക്കൂ നിങ്ങൾ. റബ്ബി ഗ്ഫിർലി വലി വാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്നാണ്. അപ്പൊ അവിടെ ആശയം കൊണ്ട് നോക്കുമ്പോ എത്രയേ ഉള്ളൂ, റബ്ബി ഗ്ഫിർലി, റബ്ബേ നീ എനിക്ക് പുറത്തു തരയണമേ, വലി വാലിദയ്യ എന്റെ മാതാപിതാക്കൾക്കും, വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ എന്റെ വീട്ടിൽ മുഅ്മിനുകളായി പ്രവേശിച്ചവർക്കും, വൽ മുഅ്മിനാത്ത് അതേപോലെ തന്നെ മുഅ്മിനാത്തുകളായി പ്രവേശിച്ചവർക്കും എല്ലാം നീ എന്ത് ചെയ്യണേ, പുറത്തു കൊടുക്കണമേ എന്നാണ്. അപ്പൊ റബ്ബി ഗ്ഫിർലി വലി വാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അപ്പൊ എന്റെ വീട്ടിൽ മുഅ്മിനായി പ്രവേശിച്ചവർക്കും പിന്നെ മൊത്തത്തിൽ മുഅ്മിനാത്തുകൾക്കും മുഅ്മിനീങ്ങൾക്കും എല്ലാം നീ പുറത്തു കൊടുക്കണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ ആശയം. അവിടെ ഇപ്പോ റബ്ബി ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഈ പറയപ്പെട്ട എല്ലാവരും അതിൽ പെട്ടു അല്ലെ. ഞാൻ പെട്ടു, എന്റെ മാതാപിതാക്കൾ പെട്ടു, അതേപോലെ തന്നെ എന്റെ വീട്ടിൽ മുഅ്മിനായി പ്രവേശിച്ച ആളുകൾ പെട്ടു, പിന്നെ മൊത്തത്തിൽ മുഅ്മിനുകളും മുഅ്മിനാത്തുകളും ഒക്കെ പെട്ടു. പക്ഷെ അവിടെ പറഞ്ഞപ്പോ എന്ത് ചെയ്തു, കുറച്ച് കൂടുതൽ വാചകങ്ങൾ വന്നു. എന്നാലോ ആശയതലത്തിൽ നോക്കുമ്പോൾ അവിടെ ഈ റബ്ബി ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് പറയുന്ന ആശയം അവിടെ ഉള്ളൂ. എന്നാലോ അത് വെറുതെ പറഞ്ഞതാണോ? അല്ല, അതിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. പ്രാർത്ഥനയുടെ മര്യാദകളിൽ നമ്മൾ പഠിക്കുന്നതാണ്. പ്രത്യേകം പ്രത്യേകം എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അതിന്റെ വേറൊരു തലമാണ് അല്ലെ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനൊക്കെ സഹായകമാവുന്ന പ്രാർത്ഥനയുടെ മര്യാദകൾ പഠിപ്പിക്കുന്ന ഭാഗത്ത് പഠിപ്പിച്ചതാണ്. പക്ഷെ അവിടെ എന്ത് ചെയ്തു, കുറഞ്ഞ
ആശയമുള്ളൂ, പക്ഷെ കൂടുതൽ പദങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത്തരം പ്രയോഗങ്ങൾക്കാണ് എന്ത് പറയുന്നത്, ഇത്നാബ് എന്ന് പറയുന്നത്. പിന്നെ മുസാവാത്ത് എന്ന് പറയുമ്പോൾ അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള സമീപനം എന്ന് വെച്ചാൽ പദങ്ങളും ആശയങ്ങളും ഒരേ രൂപത്തിൽ കൊണ്ടുവരിക, അങ്ങനെയുള്ള പ്രയോഗങ്ങൾക്കാണ് മുസാവാത്ത് എന്ന് പറയാം. സാവ യുസാവി എന്ന് പറഞ്ഞാൽ സമമാവുക എന്നാണ്. അപ്പോ ആശയങ്ങളോ പദങ്ങളോ ഒന്നൊന്നിനേക്കാൾ കൂടുതൽ ഉണ്ടാവില്ല, മറിച്ച് അത് കറക്റ്റായ രൂപത്തിൽ തന്നെ കൊണ്ടുവരുന്ന പ്രയോഗങ്ങൾ, അതിനാണ് എന്ത് പറയുന്നത്, മുസാവാത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് ഇൽമുൽ മആനിയിൽ വരുന്നത്. അപ്പോ ഇൽമുൽ ബലാഗയിൽ മൊത്തത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മളിപ്പോ പറഞ്ഞു. ഇൽമുൽ ബദീഇലും ഇൽമുൽ ബയാനിലും ഇൽമുൽ മആനിയിലും, ഈ മൂന്നെണ്ണത്തിലും ഏകദേശം നമുക്ക് പഠിക്കാനുള്ള ഏരിയകൾ ഏതൊക്കെയാണെന്നുള്ളതും സംക്ഷിപ്തമായി അതെന്താണെന്നുള്ളതും നമ്മളിപ്പോ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഇനി നമുക്ക് അടുത്തത് 1-2 ചോദ്യം കൂടി പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. അഥവാ ഇൽമുൽ അറൂദുമായി ബന്ധപ്പെട്ട 1-2 ചോദ്യങ്ങൾ. അഖദമു ബുഹൂറു ശിഅരിൽ അറബി ദുഹൂറൻ. ഓക്കെ, എന്ന് വെച്ചാൽ അഖദം സൽ ഖദീം നമുക്കറിയാം അല്ലെ, അതിനേക്കാളും ഒന്നുകൂടി പഴയത് എന്നുള്ളത്. ഖദീം സൽ പഴയത് എന്നാണല്ലോ. അപ്പോ അഖദം സൽ ഏറ്റവും പൗരാണികമായിട്ടുള്ളത്. അപ്പോ അറബി കവിത വൃത്തങ്ങളിൽ ഏറ്റവും പൗരാണികമായിട്ടുള്ള ബഹർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതെ, ഓപ്ഷൻ ബി ആണ്, അർ-റജ്സ് അഥവാ ബസീത്ത്, റജ്സ്, കാമില്, മുത്തദാറക്ക്, ഇങ്ങനെ 4 ബഹറുകളാണ് ഇപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പൗരാണികമായ ബഹറായി അറിയപ്പെടുന്നത് ബഹറുർ റജ്സ് ആണ്. ഇത് പലതവണ ചോദിച്ചിട്ടുണ്ട് ഇതേ രൂപത്തിൽ ഈ ചോദ്യം. ഓക്കെ, ഏറ്റവും പൗരാണികമായ ബഹർ ഏത് എന്നുള്ളത്. അപ്പൊ അതിനോടനുബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അപ്പം എന്താണ് ഇപ്പൊ റജ്സ് എന്ന ബഹറിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ അത് ഏത് രൂപത്തിലാണ് വരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇപ്പൊ മുസ്തഫ്ഇലുൻ 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 മുസ്തഫ്ഇലുൻ, ഇതാണ് അതിന്റെ പൂർണ്ണമായ രൂപം. അഥവാ മുസ്തഫ്ഇലുൻ എന്ന് ആദ്യ പകുതിയിലും രണ്ടാം പകുതിയിലും 3 തവണ വരിക. അപ്പൊ 3 3 6 തവണ വരും. ഓക്കെ, അതാണ് ഇപ്പോ റജ്സ് എന്ന ബഹറിന്റെ പൂർണ്ണമായ രൂപം. ഇനി ബസീത്ത് എന്ന ബഹറാണെങ്കിലോ മുസ്തഫ്ഇലുൻ ഫാഇലുൻ എന്ന് 4 തവണ ആവർത്തിച്ചു വരുന്ന രൂപമാണ് ബസീത്ത് എന്ന ബഹർ. കാമിലാണെങ്കിലോ മുത്തഫാഇലുൻ എന്ന് 6 തവണ വരുന്ന രൂപമാണ് കാമിൽ എന്ന ബഹർ. ഇനി മുത്തദാറക്കാണെങ്കിലോ, മുത്തദാറക്കാണെങ്കിൽ ഫാഇലുൻ എന്ന് 8 തവണ വരുന്ന രൂപമാണ് മുത്തദാറക്ക്. പക്ഷെ സാധാരണ ഉപയോഗത്തിലുള്ളത്, ഇസ്തിഅമാലിലുള്ളത് ഫഇലുൻ എന്ന രൂപമാണ്. അപ്പൊ ഫഇലുൻ 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 ഫഇലു, അങ്ങനെയാണ് ഈ ഒരു മുത്തദാറക്കിന്റെ രൂപം എന്ന് പറയുന്നത്. ഇങ്ങനെ അറബിക് കവിതയിൽ ടോട്ടലി ഉള്ള ബഹറുകളെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവണം. ഇപ്പോ ഈ ഒരു ചോദ്യം നോക്കൂ നിങ്ങൾ. ഇഖ്തർ അഷാദ്, ഓട് വണ്ണായിട്ടുള്ളത് ഏതാണ് താഴെ കൊടുത്തതിൽ? മദീദ്, തൊവീല്, ഖബീർ, ബസീത്ത്. ഓക്കെ, ഇഖ്തർ അഷാദ് ആണ് മദീദ്, തൊവീല്, ഖബീർ, ബസീത്ത്. ഓക്കെ, ഇവിടെ ആൻസറുകൾ വന്നിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ് അല്ലെ. അപ്പോ ഇതുകൊണ്ട് ഇവിടെ താല്പര്യപ്പെടുന്നത് എന്താണ്? ഒന്ന് മാത്രം ഇതില് ബഹറിന്റെ പേരല്ല, ബാക്കി 3 എണ്ണം ബഹറിന്റെ പേരാണ്. മദീദും തൊവീലും ബസീത്തും. ഖബീർ എന്ന് പറയുന്നത് ആ ഗണത്തിൽ വരുന്നതല്ല. ഓക്കെ, അപ്പൊ ആ അർത്ഥത്തിലുള്ള ചോദ്യമാണത്. ഇനി അടുത്തൊരു ചോദ്യം. അദദുൽ ബുഹൂർ അശ്ശഅരിയ ഇൻദൽ ഖലീൽ ഇബ്നു അഹ്മദ്. ഈ ചോദ്യങ്ങളൊക്കെ കണ്ടപ്പോ അറൂൽ എന്ന വിഷയത്തിൽ നിന്ന് ചോദിച്ചതാണ്. ഇതൊക്കെ ജസ്റ്റ് നമുക്ക് ഈ ഒരു അറൂലിന്റെ ബാലപാഠം മനസ്സിലാക്കിയാൽ തന്നെ ആൻസർ ചെയ്യാവുന്ന ചോദ്യങ്ങളാണ്. അപ്പോ നമ്മൾ ഈ വിഷയത്തെ പൂർണ്ണമായും
മാറ്റിവെക്കുന്നതിന് പകരമായിട്ട് ബേസിക് ആയിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുമെന്നാണ് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്. ഓക്കെ, ഇവിടെ ആൻസർ വന്നിട്ടുണ്ട്. ഓപ്ഷൻ സി ആൻസർ ചെയ്തിട്ടുണ്ട് എല്ലാവരും. അത് തന്നെയാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി എന്ന് വെച്ചാൽ 15 ബഹറാണ്. അപ്പൊ ചിലപ്പോ ചോദിക്കും എന്ത്, അറബിക് കവിതയിൽ എത്ര വൃത്തങ്ങളാണുള്ളത്? അദദുൽ ബുഹൂർ അശ്അരിയ അല്ലെങ്കിൽ കം അദദുൽ ബുഹൂർ അശ്അരിയ എന്ന് ചോദിക്കും ടോട്ടലി. അപ്പോ അങ്ങനെയാണെങ്കിൽ എത്രയാണ്? അതെ, ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ വരിക, അഥവാ 16 ആയിരിക്കും അല്ലെ, 16. അപ്പോ മൊത്തത്തിൽ അറബിക് കവിതയിൽ 16 വൃത്തങ്ങളാണുള്ളത്. അതിൽ ഇതിന്റെ ഉപജ്ഞാതാവായിട്ടുള്ള അഥവാ ഇൽമുൽ അറൂൽ എന്ന വൈജ്ഞാനിക ശാഖ വികസിപ്പിച്ചെടുത്ത ഖലീൽ ഇബ്നു അഹ്മദ് അൽ ഫറാഹീദി കണ്ടെത്തിയിട്ടുള്ളത് 15 ബഹറുകളാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം എത്ര ബഹറുകളാണ് ഇസ്തിഅമാലിലുള്ളതായി പരിചയപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ 15 ബഹറുകളാണ് ഇസ്തിഅമാലിലുള്ളത് എന്നാണ് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഒരു ബഹർ കൂടി എന്ത് ചെയ്യണത്, ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്, 16ാമത്തെ ബഹർ. നേരത്തെ നമ്മളൊരു ഓപ്ഷനിൽ കണ്ടിട്ടുണ്ട്. ആ ബഹർ ഏതാണത്? മുത്തദാറക് എന്ന് പറയുന്ന ബഹറാണ്. മുത്തദാറക്, അതാണ് 16ാമത്തെ ബഹർ. അതിന് മറ്റു ചില പേരുകൾ കൂടിയുണ്ട്. ഏതൊക്കെ? ഇപ്പോ മുഹദ്ദസ്, മുഖ്തറ, അതേപോലെ ഖബബ്, ഇതൊക്കെ അതിന്റെ പേരുകളാണ്. ഏതിന്റെ? മുത്തദാറക് എന്ന് പറയുന്ന ബഹറിന്റെ പേരുകളാണ്. ഓക്കെ, ഇനി അപ്പോ ഈ വന്ന 2-3 ചോദ്യങ്ങൾ അറബിക് കവിതാ വൃത്തങ്ങളുമായി ബന്ധപ്പെട്ടാണ്. എന്താണ് ഇപ്പൊ കവിതാ വൃത്തങ്ങൾ എന്ന് പറഞ്ഞാൽ? നമ്മളിപ്പോ സാധാരണ ഇൽമുൻ നഹ്വിന്റെ കൂടെ നമ്മൾ പഠിക്കുന്ന ഒരു സാധനമാണ് ഇൽമു സ്വറഫ് അല്ലെ. ഈ ഇൽമു സ്വറഫിൽ നമ്മളിപ്പോ അവിടെ അങ്ങനെ ഓരോരോ ഫിഅലുകൾ ചിലപ്പോ സ്വറഫാക്കി പഠിച്ചിട്ടുണ്ടാവും. എന്തിനാണ് നമ്മളവിടെ അങ്ങനെ പഠിച്ചിട്ടുള്ളത്? ഇപ്പോ സമിഅ യസ്മഉ, ഫതഹ യഫ്തഹു, നസ്വറ യൻസുറു, ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിന് ആദ്യം നമ്മളൊരു മാനദണ്ഡം പഠിക്കുന്നുണ്ട്, ഒരു മീസാൻ, ഒരു അളവുകോല്. അതേതാണ്? ഫഅല യഫ്അലു ആണെങ്കിൽ അത് ഫതഹ യഫ്തഹു. അതിന് സമമായിട്ടുള്ള ഉദാഹരണമായി നമ്മൾ പഠിച്ചു വെക്കും. ഫഅല യഫ്അലു ബാബ് അഥവാ ഫതഹ യഫ്തഹു എന്നതിന് ഉദാഹരണമായിട്ട് പഠിച്ചു വെക്കും. പിന്നെ ഫഅല യഫ്അലു ആണെങ്കിൽ നസ്വറ യൻസുറു. ഇനിയോ ഫഅല യഫ്അലു ആണെങ്കിൽ ശരിബ യശ്റബു. ഇതൊക്കെ ഓരോരോ അളവുകോലുകളാണ്. അപ്പൊ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ഓരോ ഫിഅലുകൾ പഠിച്ചു വെച്ചു. ഇതേപോലെയുള്ള ഒരു അളവുകോലാണ് യഥാർത്ഥത്തിൽ ഈ ബഹറുകൾ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഏത് ഭാഷയിലാണെങ്കിലും കവിതകൾ രചിക്കാനായിട്ട് പ്രത്യേകമായ അളവുകോൽ ഉണ്ടാവും. അതിനാണ് കവിതാ വൃത്തങ്ങൾ എന്ന് സാധാരണ നമ്മൾ മലയാളത്തിൽ പറയുന്നത്. അത് മലയാളത്തിനുണ്ട്, മലയാളത്തിൽ ഇതേപോലെ കവിതാ വൃത്തങ്ങളുണ്ട്. അതേപോലെ അറബിയിലുള്ള കവിതകൾക്കുള്ള വൃത്തങ്ങൾക്കാണ് ബഹർ എന്ന് സാധാരണ പറയുന്നത്. അത് 16 ബഹറുകളാണ് പ്രധാനമായും അറബികൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതല്ലാത്ത വൃത്തങ്ങളുമുണ്ട് എന്ന് പറയപ്പെടുന്നു. പക്ഷെ ഇസ്തിഅമാലിലുള്ളതാണ് ഇപ്പൊ ഈ പറഞ്ഞ 16 ബഹറുകൾ. അപ്പൊ ഇനി ഇതേപോലെയുള്ള ചോദ്യങ്ങൾ അല്ലെ, ഇപ്പോ ഇങ്ങനെ ഷാദ് എന്ന് പറഞ്ഞു വരാം. അതേപോലെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരാം. അപ്പൊ ഇതൊക്കെ ബഹറുമായി റിലേറ്റഡ് ആയ ചോദ്യമായതുകൊണ്ട് ഏതൊക്കെയാണ് ബഹറുകൾ, 16 ബഹറുകൾ എന്നതുകൂടി പറഞ്ഞ് നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം. ആദ്യം അതില് 15 ബഹറുകൾ, അത് ഖലീൽ ഇബ്നു അഹ്മദ് റഹിമഹുല്ല കണ്ടെത്തിയ 15 ബഹറുകളാണ്. അൽ ബുഹൂറുൽ ഖലീലിയ്യ 15 ബഹറൻ. അത് ഏതൊക്കെയാണ്? അത്വീൽ, അൽ മദീദ്, അൽ ബസീത്ത്, അൽ വാഫിർ, അൽ കാമിൽ, അർ റജ്സ്, അർ റമൽ, അസ്സരീഅ, അൽ മുജ്തസ്, അൽ മുഖത്തലബ്, അൽ ഖഫീഫ്, അൽ മുലാരിഅ, അൽ മുത്തഖാരിബ്, അൽ മുൻസരിഹ്, അൽ ഹസ്ജ്. പിന്നെ ഇതിലേക്ക് എന്ത് ചെയ്തു? അഖ്ഫശ് ആഡ് ചെയ്തിട്ടുള്ള 16ാമത്തെ ബഹറും അതേതാണ്? അൽ മുത്തദാറക്. ഇങ്ങനെ 16 ബഹറുകൾ. ഓക്കെ, ഈ 16 ബഹറുകളും നമ്മളൊന്ന് എന്ത് ചെയ്യുക, ഒരു 2-3 പ്രാവശ്യം ചൊല്ലിപ്പഠിക്കാം. എന്നാൽ
നേരത്തെ വന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ ഇനി വിശദമായിട്ട് നമ്മൾ ശരിക്കും നോക്കേണ്ടത് ഇതിൽ ഓരോ ബഹറുകൾക്കും പ്രത്യേകം പ്രത്യേകം ട്യൂണുകൾ ഉണ്ട്. എന്ന് വെച്ചാൽ ഓരോന്നിനും വ്യത്യസ്തമായ രൂപങ്ങളാണുള്ളത്. ഓരോന്നും ചേർന്ന് വന്നിട്ടുള്ളത് ഓരോരോ ജുസുകൾ കൂടി ചേർന്ന് വന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ചിലതിൽ എന്ത് ചെയ്യും, ഒരു ജുസ് തന്നെ 6 തവണ അല്ലെങ്കിൽ 8 തവണ വരുന്ന രൂപമായിരിക്കും. ചിലതിൽ 2 ജുസുകൾ എന്ത് ചെയ്യും, ആവർത്തിച്ചു വന്ന രൂപമായിരിക്കും. ഇപ്പൊ ബസീത്തിനെ പോലെ, ബസീത്തിനിപ്പോ മുസ്തഫ്ഇലുൻ ഫാഇലുൻ എന്ന് 4 തവണ വരുന്ന രൂപമാണ് ബസീത്ത്. എന്ന് വെച്ചാൽ ഇന്നൽ ബസീത ലദൈഹി യുബ്സത്തുൽ അമലു മുസ്തഫ്ഇലുൻ ഫാഇലുൻ മുസ്തഫ്ഇലുൻ ഫാഇലു. അതാണ് ബസീത്ത് എന്ന ബഹറിന്റെ രൂപം. അപ്പൊ മുസ്തഫ്ഇലുൻ ഫാഇലുൻ മുസ്തഫ്ഇലുൻ ഫാഇലുൻ മുസ്തഫ്ഇലുൻ ഫാഇലുൻ മുസ്തഫ്ഇലുൻ ഫാഇലുൻ, അതാണ് ബസീത്ത് എന്ന ബഹറിന്റെ പൂർണ്ണമായ രൂപം. അപ്പൊ അത് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് ഈ വൈജ്ഞാനിക ശാഖ പഠിപ്പിച്ച പണ്ഡിതന്മാർ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് ഓരോ മിഫ്താഹുൽ ബഹർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതാണ് ഇപ്പൊ ഞാൻ പാടിയത്, ഇന്നൽ ബസീത്ത് യുബ്സത്തുൽ അമലു മുസ്തഫ്ഇലുൻ ഫാഇലുൻ മുസ്തഫ്ഇലുൻ ഫാഇലുൻ. ഇനി ഇതേപോലെ ഇപ്പൊ തൊവീലും അങ്ങനെ തന്നെ, തൊവീലിനും 2 വസ്നാണ് കൂടിച്ചേർന്ന് വന്നു. തൊവീല് ഫഊലുൻ മഫാഈലുൻ, അത് 4 തവണ ആവർത്തിച്ചു വരുന്ന രൂപം. ഫഊലുൻ മഫാഈലുൻ ഫഊലുൻ മഫാഈലുൻ ഫഊലുൻ മഫാഈലുൻ ഫഊലുൻ മഫാഈലുൻ. ഇതാണ് തൊവീൽ എന്ന ബഹറിന്റെ പൂർണ്ണമായ രൂപം എന്ന് പറയുന്നത്. ഇനി ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു ജുസ് തന്നെ 6 തവണ അല്ലെങ്കിൽ 8 തവണ വരുന്ന രൂപം ഉണ്ടാവും. ഇപ്പൊ റജ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, മുസ്തഫ്ഇലുൻ എന്ന് 6 തവണ വരുന്ന രൂപമാണ്. അതേപോലെ കാമില് അത് മുത്തഫാഇലുൻ എന്ന് 6 തവണ വരുന്ന രൂപമാണ്. ഇനി മുത്തഖാരിബ്, മുത്തഖാരിബ് ഫഊലുൻ എന്ന് 8 തവണ വരുന്ന രൂപമാണ്. എന്ന് വെച്ചാൽ അനിൽ മുത്തഖാരിബി ഖാലൽ ഖലീൽ ഫഊലുൻ 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 ഫഊൽ. അപ്പൊ ശരിക്ക് ഫഊലുൻ 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 ഫഊലുൻ, ഇതാണ് അതിന്റെ പൂർണ്ണമായ രൂപം. എന്നാൽ അത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് അനിൽ മുത്തഖാരിബി ഖാലൽ ഖലീൽ, അതൊരു ഭാഗം. അപ്പൊ മുത്തഖാരിബ് എന്നവിടെ ഉണ്ട്. പിന്നെ 2ാം പകുതിയിൽ ഫഊലുൻ 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 ഫഊലുൻ. അപ്പോ ഫഊലുൻ ഫഊലുൻ എന്നാണ് അതിന്റെ പൂർണ്ണമായ രൂപം എന്നുള്ളത് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. അങ്ങനെ ഓരോരോ ബഹറുകളുടെയും വസനുകൾ കൂടെ നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഏകദേശം ഈ ഒരു ഇൽമുൽ അർബുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കും. ഓക്കെ, ഇനിയിപ്പോ ഈ 16 ബഹറുകളുടെയും പേരുകൾ ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് അതിനും ഒരു സഹായം നമ്മുടെ ഈ വൈജ്ഞാനിക ശാഖ വികസിപ്പിച്ചെടുത്ത പണ്ഡിതന്മാർ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. 2 വരി ബഹർ കവിത പഠിച്ചു വെച്ചാൽ ഇതിലിപ്പോ 15 ബഹറുകളുടെ പേര് ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. പിന്നെ ആ 16ാമത്തെ മുത്തദാറക് എന്ന് പറയുന്ന ബഹർ കൂടി നമ്മൾ അങ്ങോട്ട് ആഡ് ചെയ്താൽ ഇതിലത് ഉൾക്കൊള്ളുന്നുണ്ട്. ഇപ്പൊ നമ്മൾ തൊവീല് എന്ന ബഹറിന്റെ അതേ രീതിയിൽ ഇത് പാടി പഠിക്കാവുന്നതാണ്. തൊവീലുൻ ലഹു ദൂനൽ ബുഹൂരി ഫളായിലു ഫഊലുൻ മഫാഈലുൻ ഫഊലുൻ മഫാഈലു തൊവീലുൻ മദീദുൻ വൽ ബസീതു വവാഫിറു വകാമിലു അഹ്സാജിൽ അറാജീസി അർമല സരീഉൻ സിറാഹുൻ വൽ ഖഫീഫു മുളാരിഉ വമുഖ്തലിബുൽ മുജ്തസി ഖർബ് ലിതക്മല. ഇതാണ് ഇപ്പൊ തൊവീൽ എന്ന ബഹറിന്റെ രീതി അല്ലെങ്കിൽ ട്യൂണ്. അതിന് വേറെയും ട്യൂണിലൊക്കെ നിങ്ങൾക്ക് പാടാം. അതിലിപ്പോ ഈ ഒരു വസ്ന അതിൽ വന്നാൽ മതി, ഫഊലുൻ മഫാഈലുൻ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ 15 ബഹറുകളുടെയും പേര് ഉൾക്കൊള്ളുന്ന ഈ വരി കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതിലിപ്പോ തൊവീല്, മദീദ്, ബസീത്ത്, വാഫിർ. പിന്നെ കാമില്, അഹ്സാജ് എന്നുള്ളത് ഹസ്ജ്, അറാജീസി എന്ന് പറയുന്നത് റജ്സ്, അർമല എന്ന് പറയുന്നത് റമല്, സരീഅ്, പിന്നെ സിറാഹ് എന്നുള്ളത് മുൻസരിഹ്, ഖഫീഫ് മുളാരിഅ്, മുഖ്തലബ് മുജ്തസ്, ഖർബ് എന്ന് പറയുന്നത് മുത്തഖാരിബ്. അങ്ങനെ ടോട്ടലി 15 ബഹറുകൾ. പിന്നെ
അഖ്ഫഷ് ആഡ് ചെയ്ത 16ാമത്തെ മുത്തദാറക് എന്ന് പറയുന്ന ബഹറും. ഓക്കെ, അങ്ങനെ 16 ബഹറുകളും നമുക്ക് ഓർത്തു വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ ഇത്രയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഏതായാലും ഇതിലിപ്പോ സാധാരണ ഇൽമുൽ അറൂദിൽ നിന്ന് വരാറുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഒന്നിപ്പോ അതിന്റെ താരീഫുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ചോദിക്കും. എന്നുവെച്ചാൽ ഇൽമുൽ അറൂദ് എന്ന് പറയുന്നത് അതിൽ എന്താണ് അതിന്റെ പ്രതിപാദ്യ വിഷയം. അപ്പൊ നമുക്കറിയാം അത് അറബിക് കവിതയുമായി ബന്ധപ്പെട്ട വൈജ്ഞാനിക ശാഖയാണ്. അറബിക് കവിത എന്ന് പറയുന്നത് അത് ഏത് രൂപത്തിലാണ് അതിന്റെ രൂപങ്ങൾ, നിയമങ്ങളൊക്കെ വരുന്നത്, അത് ഡീറ്റെയിൽ ആയി പഠിപ്പിക്കുന്ന വൈജ്ഞാനിക ശാഖയാണ് ഇൽമുൽ അറൂദ്. അപ്പോ കവിതയാണ് അതിന്റെ വിഷയം, ഷിഅറാണ്. അപ്പൊ അങ്ങനെയുള്ള ചോദ്യം വരാം. പിന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, അതിന്റെ മുഅസ്സിസ് വാളിഉമായി ബന്ധപ്പെട്ട ചോദ്യം വരും. പിന്നെ ബഹറുകളുമായി ബന്ധപ്പെട്ട്, അതേപോലെ അതിന്റെ ചില മുസ്തലഹാത്തുകളുണ്ട്. ഒരു കവിതയ്ക്ക് 2 ഭാഗമുണ്ട്, സ്വദർ, അതേപോലെ തന്നെ അജ്സ്. പിന്നെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് സാധാരണഗതിയിൽ വരാറുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഈ ഒരു ചെറിയ സമയത്ത് ബലാഗയും അറൂദും 2 വലിയ വിഷയങ്ങളെ ചെറിയ രൂപത്തിൽ ഒന്ന് മനസ്സിലാക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇന്നത്തെ ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഒരല്പ സമയമെടുത്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ വിഷയത്തെ പഠിക്കാനും അതൊരു എക്സാമിന് എന്ന അർത്ഥത്തിൽ മാത്രമല്ല, മറിച്ച് അറബി ഭാഷ പഠിക്കുന്ന, പഠിപ്പിക്കുന്ന, പ്രചരിപ്പിക്കുന്ന ആളുകൾ എന്ന നിലയിൽ ഈ ഭാഷയിൽ നമുക്ക് നിപുണത നേടാനൊക്കെ ഏറെ സഹായകമായ 2 വൈജ്ഞാനിക ശാഖകളാണ് ഇത് രണ്ടും. അപ്പൊ ഇത് നിങ്ങൾ എക്സാം എന്നതിന് ആ രൂപത്തിൽ പഠിക്കുക, അതിലുപരിയായിട്ട് ഈ അറബി ഭാഷ രംഗത്ത് മികവ് നേടാനായിട്ട് കൂടെ ഒന്നുകൂടി പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്താണ്. അതോടൊപ്പം അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ അബ്ബാസി കാലഘട്ടത്തിലെ പ്രസിദ്ധനായ കവി അബ്ദുൽ അത്താഹിയ, അദ്ദേഹം സുഹദിയാത്തിലാണ് പ്രസിദ്ധി നേടിയിട്ടുള്ളത്. അദ്ദേഹം പാരത്രിക ലോകത്ത് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സമീപനം നമ്മോട് ബോധ്യപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചതാണിത്. എന്ന് വെച്ചാൽ പാരത്രിക ലോകത്ത് വിജയിക്കണമെങ്കിൽ എന്ത് വേണം? യഥാർത്ഥ രൂപത്തിൽ അതിന്റെ വഴിയിലൂടെ സഞ്ചരിക്കണം, എന്നാലേ വിജയിക്കാൻ സാധിക്കുള്ളൂ. അതല്ലാതെ വിജയം ആഗ്രഹിക്കുന്നു, എന്നാൽ അതിൻ്റെതായ റൂട്ടിൽ പ്രവേശിക്കാതെ മുന്നോട്ട് പോകുന്നുവെങ്കിൽ അത് ഏതുപോലെയാണ്? ഇവിടെ ഈ ചിത്രത്തിൽ തന്നെ കൊടുത്ത പോലെ ഇന്ന സഫീനത്ത ലാ തജ്രി അലൽ യബസി. യബസ് എന്ന് വെച്ചാൽ സാധാരണ വെള്ളമില്ലാത്ത മരീചിക, മരുഭൂമിയിൽ ദൂരെ പ്രദേശത്തേക്ക് നോക്കിയാൽ നോക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വെള്ളം ഏകദേശം ആഗ്രഹമുണ്ട്, എന്നാൽ മുമ്പിലേക്ക് നോക്കുമ്പോൾ അവിടെ വെള്ളം ഉണ്ട് എന്ന് തോന്നും, എന്നാൽ അവിടെ എത്തിയാൽ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ അതിനാണ് സാധാരണ യബസ് എന്ന് പറയാം. അപ്പൊ അതേപോലെ ഒരു മരുപ്രദേശത്ത് ഒരു സുന്ദരമായ കപ്പലുണ്ടാക്കിയിട്ട് അത് ഓട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെയാണ് റൂട്ടിൽ പ്രവേശിക്കാതെ, യഥാർത്ഥ വഴിയിൽ പ്രവേശിക്കാതെ വിജയം നേടണമെന്ന് ആഗ്രഹിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇത് പാരത്രിക ലോകത്ത് അദ്ദേഹം വിജയിക്കാൻ ആവശ്യമായ കാര്യം പറഞ്ഞതാണ്. ഇത് തന്നെയാണ് നമുക്ക് ഇരുലോകത്തെ വിജയത്തിനും നിദാനം. ഇവിടെ പോ നമുക്ക് കേട്ടിട്ട് നേടണമെങ്കിൽ അല്ലെങ്കിൽ മറ്റു വിജയങ്ങളിൽ എത്തണമെങ്കിൽ ഇവിടെ ഇപ്പൊ കൃത്യമായ സിലബസ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ആ സിലബസ് ഓറിയന്റഡ് ആയ പഠനം നടത്തിയെങ്കിലേ നമുക്ക് വിജയമുള്ളൂ. അപ്പൊ ആ അർത്ഥത്തിൽ നന്നായിട്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് വിജയത്തിന്റെ നിദാനം എന്ന് പറയുന്നത്. ചിലരെങ്കിലും ആരെങ്കിലുമൊക്കെ കേട്ട് ചിലപ്പോൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. കേട്ടിട്ട് അത് സിമ്പിളാണ്, ഞാൻ കഴിഞ്ഞ തവണ ചെറിയ ഒരു സമയം ഇരുന്നപ്പോഴേക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങനെ കൂടുതലായിട്ട് നോക്കേണ്ടതെന്നില്ല എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ ഒരുപാട് തവണ എഴുതിയിട്ട് കിട്ടാത്ത ആളുകളുണ്ട്. എന്നാലോ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് കിട്ടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറബിയിൽ ബേസ് ഉണ്ടായത് കൊണ്ടാണ് അവർക്ക് അത് കിട്ടിയിട്ടുള്ളത്. അത് നമ്മൾ മറക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായി മനസ്സിലാക്കിയാൽ, പഠിച്ചാൽ തീർച്ചയായും നമുക്ക് ലക്ഷ്യത്തിലെത്താനും പറ്റും. ഒരുപാട് ആളുകൾക്ക് അൽഹംദുലില്ലാഹ് അപ്പൊ കഴിഞ്ഞ തവണയൊക്കെ ഈ ഒരു കേട്ടിട്ട് നേടാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾക്ക് തന്നെ കിട്ടിയത് നമ്മളൊക്കെ കണ്ടതാണ്, കേട്ടതാണ്. അതുകൊണ്ട് കൃത്യമായി സിലബസ് ഓറിയന്റഡ് ആയി പഠിക്കുക, എന്നാൽ നമുക്കൊക്കെ വിജയത്തിലെത്താൻ പറ്റും. അപ്പോ അതാണ് എല്ലാവരോടും അവസാനമായി ഓർമ്മപ്പെടുത്താനുള്ളത്. നിരാശ വേണ്ടതില്ല, നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് കേട്ടിട്ടെന്നല്ല ഏത് കാര്യവും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ആ അർത്ഥത്തിൽ നന്നായിട്ട് പഠിച്ച് വിജയം നേടാൻ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും സമയം വളരെ ആക്റ്റീവായി പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും
പ്രത്യേകമായ നന്ദി കൂടി അറിയിക്കുന്നു. ശുക്രൻ അല ഹുസ്നി ഇസ്തിമാഇക്കും വലിസ്വാഇക്കും വൈലാഹുന അത്രുക്കുക്കും ഫി റായത്തില്ല. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.